ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യം ഈ ഒരു അവസ്ഥയിൽ അവശേഷിക്കുമോ എന്നുപോലും ആശങ്കപ്പെടുന്ന, ജനാധിപത്യ വിശ്വാസികൾ ആശങ്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ 5 ഘട്ടങ്ങൾ വോട്ടെടുപ്പ് പൂർത്തിയായ ഈ അവസരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ തരം മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? മുന്നണി രാഷ്ട്രീയവും ഇന്ത്യ സഖ്യവും എല്ലാം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക സ്വാധീനമാവുന്നത് എന്ന വിഷയത്തിലാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. നമുക്കൊപ്പം അഭിഭാഷകനും എഴുത്തുകാരനുമായ പ്രമോദ് പുഴങ്കര, KPCC സെക്രട്ടറിയായ നൌഷാദ് അലി, കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ KT കുഞ്ഞിക്കണ്ണൻ, ഒപ്പം ട്രൂ കോപ്പി തിങ്കിൻ്റെ എഡിറ്റേഴ്സായ കമൽറാം സജീവും K കണ്ണനുമാണ് പങ്കെടുക്കുന്നത്. ആദ്യം കമൽറാം സജീവിനോടാണ് ചോദ്യം. ആദ്യഘട്ട വോട്ടെടുപ്പുകൾ നടന്നിരുന്ന പോലെയല്ല ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്. ഗ്രൗണ്ട് ലെവലിൽ രാഷ്ട്രീയം മാറുന്നതിൻ്റെ കൃത്യമായ ലക്ഷണങ്ങൾ ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ആദ്യം 400-ലേറെ സീറ്റുകൾ നേടും എന്നുള്ള അവകാശവാദങ്ങളും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുമൊക്കെ BJPയുടെ ഭാഗത്തു നിന്ന്, NDAയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ 1-2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വോട്ടെടുപ്പിനകത്തുള്ള ടേൺ ഔട്ടിൽ കുറവ് വന്നിട്ടുണ്ട്. അടിത്തട്ട് രാഷ്ട്രീയം മാറുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പ്രവചനങ്ങളെല്ലാം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് മാറുന്നുണ്ട്. ഈവൻ 272 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് NDA പോലും എത്തില്ല എന്നുള്ള രീതിയിലുള്ള പ്രവചനങ്ങൾ വരുന്നു. അതുതന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മോഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പോലും ആളില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. കോൺഗ്രസ് ആണെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇന്ത്യ സഖ്യം ആ ഒരു കെട്ടുറപ്പോടെ നീങ്ങുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫാക്ടർ, അങ്ങനെ പലതരത്തിൽ അടിത്തട്ട് രാഷ്ട്രീയം മാറുന്നതിൻ്റെ ഒരു പ്രതീക്ഷ നമ്മളെ പോലുള്ള ആളുകൾ മുന്നിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു 2 മാസം മുൻപേ നമ്മൾ ഇലക്ഷനെ കണ്ടിരുന്നിരുന്ന ഒരു രീതിയിലല്ല ഇപ്പോൾ കാണുന്നത്? അതിനെങ്ങനെ വിലയിരുത്തുന്നത്? 2019 തെരഞ്ഞെടുപ്പിലും ഇതേ ഒരു പ്രതീക്ഷ, കുറച്ച് ഇതിനേക്കാളും കൂടിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കേരളത്തിലൊക്കെ ഒന്നിച്ചുള്ളൊരു വേവ് വരുന്നതിന് കാരണവും കോൺഗ്രസ് തന്നെ വീണ്ടും ലീഡ് ചെയ്യുന്ന ഒരു ഭരണമായിരിക്കും പിന്നീട് കേന്ദ്രത്തിൽ വരിക എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ അത് റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തിൽ മോഡി അധികാരത്തിൽ വന്നു. പക്ഷെ ഇത്തവണ നമുക്ക് 2 ഫാക്ടേഴ്സ്, ഒന്നെന്താ വെച്ചാൽ, ഒന്ന് ഈ 400 എന്നുള്ള അമിത പ്രതീക്ഷയും വലിയൊരു ശുഭപ്രതീക്ഷയുമായിട്ടാണ് BJP രംഗത്തിറങ്ങുന്നതെങ്കിലും പിന്നീട് ആ പ്രതീക്ഷ കുറഞ്ഞു വരികയും വളരെ തരംതാഴ്ന്ന നിലയുള്ള പ്രചരണത്തിലേക്ക് പോവുകയും ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ BJPക്കെതിരായ ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ആയിട്ടില്ലെങ്കിലും അതിനകത്തൊരു ശിഥിലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രികോണ മത്സരത്തിലൊക്കെ ഏർപ്പെട്ട ഇന്ത്യ എന്നുള്ള ആ ഒരു ആശയം ഇപ്രാവശ്യം കുറച്ചും കൂടി സുദൃഢമായിട്ട് BJPയെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് വലിയ വകയുണ്ട്. തോന്നുന്നത് ബീഹാറിലും ഒഡീഷയിലും ഒക്കെ കാറ്റ് മാറി വീശുന്നുണ്ട്. പിന്നെ ഈ 3 സംസ്ഥാനങ്ങൾ, കെജ്രിവാളിന് സ്വാധീനം ചെലുത്താൻ പറ്റിയ 3 സംസ്ഥാനങ്ങൾ, പഞ്ചാബും ഡൽഹിയും ഹരിയാനയും, അത് 3ഉം എന്തായാലും BJPക്കെതിരായി മാറും എന്നുള്ളൊരു തോന്നൽ, കൗബെൽറ്റിൽ മാത്രമായിട്ട് ഒരു BJP വേവ് ഉണ്ട് എന്നുള്ള തോന്നൽ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണിക്ക് ഒരു അടുത്തെത്താനാവുന്ന ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അതിനേക്കാളും വലിയൊരു പ്രതിസന്ധിയായിരിക്കും. കാരണം അത് കോൺഗ്രസിനെയും CPMനെയും ഒക്കെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധം രൂക്ഷമാവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പേടിയാണ് എനിക്കുള്ളത്. കാരണം വെച്ചാൽ ഇപ്പം തന്നെ എന്താ വെച്ചാൽ ഇന്ത്യ മുന്നണി എന്നുള്ളൊരു ആശയത്തിനോട് കേരളത്തിലെങ്കിലും KT ഒക്കെ കുറച്ച് വിശദീകരിക്കുകയായിരിക്കും. കോൺഗ്രസിനാണെങ്കിൽ CPMനെ പറ്റി പറയാനും വലിയ പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ ഈ കേരളത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പം യഥാർത്ഥ ശത്രുക്കൾ തമ്മിൽ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് എന്താണ് BJPക്കെതിരെ ഒരു നയം രൂപീകരിക്കേണ്ടതെന്നുള്ള ആശയം കൂടി രൂപപ്പെട്ട് വരുമായിരിക്കാം അപ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആശങ്കകളിലാണ് എന്നെപ്പോലത്തെ ഒരാൾ നിൽക്കുന്നത്. പ്രമോദ്, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉണ്ടല്ലോ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇനി ഒരിക്കൽ കൂടി NDA അധികാരത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മോദി ആവർത്തിക്കുകയാണെങ്കിൽ ഭരണഘടന പോലും നിലനിൽക്കില്ല എന്നുള്ള ആശങ്ക പലതരത്തിൽ നിലനിൽക്കുന്നു. മാത്രമല്ല, പ്രചാരണത്തിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിൽ മോദി നടത്തിയ അതിഭീകരമായ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളുണ്ട്. കൃത്യമായി മുസ്ലിം കമ്മ്യൂണിറ്റീനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളുണ്ട്. ഇൻ്റർനാഷണൽ മീഡിയ മുഴുവൻ അതിനെതിരെ നിലപാടെടുത്തു, മാധ്യമങ്ങൾ നിലപാടെടുത്തു. മാധ്യമങ്ങൾ പതുക്കെ കാറ്റ് മാറി ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി അല്ലെങ്കിൽ മോദി വിരുദ്ധമായ നിലപാടുകൾ എടുക്കാൻ നിർബന്ധിതമാവുന്നു. അങ്ങനെ പലതരത്തിൽ ഈ രാഷ്ട്രീയം മാറുന്ന ഒരു 1-1.5 മാസത്തിനുള്ളിൽ മാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ രാഷ്ട്രീയ പ്രാധാന്യം? എങ്ങനെയാണ് ഇത് മറിഞ്ഞിട്ടുള്ളതെന്നാണ് തോന്നുന്നത്? BJPയെ പോലൊരു പാർട്ടിക്ക് ഒരു സാധാരണ തെരഞ്ഞെടുപ്പ്
ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന സാധാരണ ഒരു ഡിബേറ്റോ സംവാദമോ ഒക്കെ ഉൾക്കൊള്ളുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന അത്തരം ഒരു തെരഞ്ഞെടുപ്പ് BJPയെ പോലെ അല്ലെങ്കിൽ സംഘപരിവാറിനെ പോലെ ഒരു ഫാഷിസ്റ്റ് സംഘടനയ്ക്ക് ആശാസ്യമല്ല. അവർക്ക് അത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് സംവദിക്കാനും പറ്റില്ല. കാരണം അതിന് ജനാധിപത്യത്തിൻ്റെ ഭാഷയാണ്. അവർക്ക് ജനാധിപത്യത്തിൻ്റെ അത്തരത്തിലൊരു ഭാഷയിൽ ജനങ്ങളോട് സംവദിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെ ഫോർമേഷന് ശേഷം BJPയുടെ ഇലക്ട്രൽ ഗെയിൻസ് ഉണ്ടായ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP വളരെ വൈകാരികമായ സങ്കുചിതമായ വളരെ പെട്ടെന്ന് ആളുകളുടെ ഇത്തരത്തിലുള്ള ക്ഷുദ്രമായ വികാരങ്ങളെയും സങ്കുചിത ദേശീയ വികാരത്തെയും ഒക്കെ ഉയർത്തിവിടാവുന്ന പ്രശ്നങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ ആദ്യത്തെ VP സിംഗ് അധികാരത്തിലെത്തിയ ആ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് നമുക്കറിയാം 80കളിലെ രാമക്ഷേത്ര അജണ്ട, അതിനുശേഷമുണ്ടാകുന്ന പിന്നെ രാമക്ഷേത്ര അജണ്ട തന്നെ തുടർന്നു വരികയാണല്ലോ. ഈ പ്രാണപ്രതിഷ്ഠ വരെ തുടർന്നു പോകുന്ന രാമക്ഷേത്ര അജണ്ട, അതിനിടയിലുള്ള നിരവധി വർഗീയ കലാപങ്ങൾ, അതുപോലെ കാശ്മീർ, ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ അജണ്ടകൾ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തിട്ട് കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇത് 2014 നമുക്ക് കാണാൻ പറ്റും. 2014 ഒന്ന് UPA സർക്കാരിനെതിരായിട്ടുള്ള വലിയ അഴിമതി വിരുദ്ധ പ്രക്ഷോഭം, അതും ഓഫ് കോഴ്സ് RSS സ്പോൺസേഡ് ആണ് ഒരു വലിയ അളവിൽ. ഇപ്പോൾ ഞാൻ ആ സമരത്തിൻ്റെ കാലത്ത്, അണ്ണാ ഹസാരെയുടെ സമരത്തിൻ്റെ കാലത്ത് മുഴുവൻ സമയവും ദില്ലിയിൽ ആ സമരത്തിൻ്റെ എല്ലാ അടിയൊഴുക്കുകളും കാണാവുന്ന ഒരു രീതിയിൽ ഉണ്ടായിരുന്നതാണ്. വളരെ കൃത്യമായിട്ട് RSSകാർ രാവിലെ സ്കൂൾ കുട്ടികളെ തൊട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിപ്പിക്കുകയും തിരിച്ചു കൊണ്ടുപോവുകയും സ്കൂൾ ബസ്സുകളിലാണ് കുട്ടികളെ കൊണ്ടുവന്നിരുന്നത്. അത്തരത്തിലൊക്കെ വളരെ സ്പോൺസേഡ് ആയിട്ടൊരു പരിപാടിയായിരുന്നു. എന്ന് വെച്ച് UPA വിശുദ്ധന്മാരുടെ സംഘമൊന്നും ആയിരുന്നില്ല. അഴിമതിയൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ നടക്കുകയും ജനങ്ങൾക്ക് വ്യവസ്ഥയോടുള്ള പ്രതിഷേധം വളരെ രൂക്ഷമായൊരു ഘട്ടത്തിൽ, ചരിത്രത്തിൽ തന്നെ ഫാഷിസം അങ്ങനെയാണല്ലോ ഇതിന് ഉപയോഗിക്കുക. ജനങ്ങൾക്ക് വ്യവസ്ഥയോടുള്ള പ്രതിഷേധം ഏറ്റവും രൂക്ഷമാകുന്നൊരു ഘട്ടത്തിൽ വ്യവസ്ഥാവിരുദ്ധതയുടെ വാചകമടിയിൽ മറ്റാർക്കും തങ്ങളെ വെല്ലാനാവില്ല എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടാണ് ഫാഷിസ്റ്റുകൾ അധികാരത്തിലേക്ക് എത്തുക. അതുതന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഇപ്പോൾ പ്രതീകാത്മകമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോദി ഈ ഖാൻ മാർക്കറ്റ് ഗാങ്ങിനൊക്കെതിരെ, എലീറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡൽഹി ക്ലബിനെതിരെയൊക്കെയാണ് മോദി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നതും. അത്തരമൊരു പ്രതീതി BJPക്കുള്ളിൽ തന്നെ അയാൾ ഉണ്ടാക്കിയിരുന്നു. വന്നതിന് ശേഷം മൂപ്പരുടെ പോയിന്റ് പേഴ്സൺ എന്ന് പറയുന്നത് ജെറ്റ്ലി മാത്രമായിരുന്നു ആ ഒരു വിഷയത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ 14 അങ്ങനെ ഒരു നിലനിൽക്കുന്നു. പക്ഷേ അതോടൊപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ വളരെ വലിയ ഒരു സങ്കുചിത ഫാഷിസ്റ്റ് വൈകാരികതയും രാഷ്ട്രീയവും അവരുണ്ടാക്കിയെടുത്ത് ഹിന്ദുക്കൾ പ്രശ്നം നേരിട്ടപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുക്കളുടെ ചരിത്രപരമായ അപമാനത്തിന് പകരം ചോദിച്ച ഹിന്ദുക്കളുടെ ഹൃദയ സമ്രാട്ട് എന്നുള്ള മോദി ഇതാ വരുന്നു എന്നും കൂടി പറഞ്ഞാണ്. ഏതാണ്ട് 10,000 കോടിയോളം രൂപയാണ് മോദിയുടെ പ്രതിച്ഛായ നിർമ്മാണത്തിനും പ്രചാരണത്തിനും വേണ്ടി കോർപ്പറേറ്റുകളും ആ സംഘവും ഇറക്കിയത്. അതിന് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തന്നെയുള്ള ആളുകൾ, സംഘങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത മുസ്ലിം വിരുദ്ധതയുടെ, ഹിന്ദു വർഗീയതയുടെ വാചകമടിയിലും അത് വിഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും 2014 മോദി എന്ന് പറയുമ്പോൾ തന്നെ ഗുജറാത്ത് കലാപത്തെ അഭിമാനപൂർവ്വം കൈയാളുന്ന ഒരാളായിട്ടാണ് മോദി വരുന്നത്. ഗുജറാത്ത് കലാപത്തിൽ ആ കാലത്ത് അയാൾ നടത്തിയ ഹീനമായ പ്രസംഗങ്ങളെയെല്ലാം ഓൺ ചെയ്യുകയും ആവർത്തിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രതിച്ഛായയിലാണ് മോദി എത്തുന്നത്. രാഷ്ട്രീയ അധികാരം പിടിക്കുന്നതിന് ഹിന്ദുക്കൾ ഇതാ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീതി കൂടി ഉണ്ടാക്കിയാണ് വരുന്നത്. ഇത് 2014. 2019 പുൽവാമ ബാൽക്കോട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ടുക്ഡേ ഗാങ് എന്നുള്ള ആക്ഷേപം, അർബൻ നക്സൽ എന്നുള്ള ഇത്, അർബൻ നക്സലൊക്കെ ഈ റിപ്പബ്ലിക് TV ഒക്കെ ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു ആഖ്യാനമാണ്. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ ഉള്ളിൽ മാവോയിസ്റ്റുകളാണെന്നാണ് ഇപ്പോൾ മോദി ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ അർബൻ നക്സൽ, ടുക്ഡേ ഗാങ്, അതുപോലെ പുൽവാമ ബാൽക്കോട്ടിൻ്റെ അന്ന് വൈകുന്നേരം, പുൽവാമ ബാൽക്കോട്ട് നടന്ന അന്ന് വൈകുന്നേരം ദില്ലിയിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ വിവിധ നഗരങ്ങളിലുമൊക്കെ സ്വിച്ചിട്ട പോലെയാണ് RSS സംഘപരിവാർ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ച് നിരവധിയായ ജാഥകൾ ഗ്രാമങ്ങളിൽ പോലും നടത്തിയത്. ഈ സങ്കുചിത ദേശീയ വികാരത്തെ വലിയ തോതിൽ ഉയർത്തിവിടുകയും ഞങ്ങളാണ് യഥാർത്ഥ ദേശസ്നേഹികളെന്നും ഈ രാജ്യത്തിൻ്റെ രക്ഷ ഞങ്ങളുടെ പക്കലാണെന്നും, ഒപ്പം തന്നെ മോദിയുടെ ഈ പ്രതിച്ഛായ വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ വടക്കേ ഇന്ത്യൻ ബെൽറ്റിൽ പ്രത്യേകിച്ചും. ഇങ്ങനെയാണ് അവർ നേരിട്ടത്. 2024 എത്തുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അവരുദ്ദേശിച്ച അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒന്ന്, അവരുദ്ദേശിച്ച് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെയാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ആളുകൾ ഇപ്പോൾ വടക്കേന്ത്യയിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക്
അതിവിപുലമായ രീതിയിലാണ് ഓരോ തെരുവുകളിലും, വടക്കേ ഇന്ത്യ ഡൽഹിയിലെയും അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ ഓരോ തെരുവുകളിലും ഹിന്ദു വീടുകളിൽ കൊടിവെക്കുകയും എല്ലാ വീടുകളിലേക്കും ഈ പ്രസാദം കൊണ്ടുവന്ന് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇവർ ചെയ്തത്. പക്ഷെ ആളുകൾക്ക് വളരെ റുട്ടീനായിട്ടുള്ളൊരു ഭക്തിയുടെ കൂട്ടത്തിലേക്ക് ഈ രാമക്ഷേത്രത്തെ അവർ ചേർത്ത് നിർത്തിയതോടുകൂടിയിട്ട് അത് തീർന്നുപോയി. അത് ഏതാണ്ട് തീർന്നു പോവുകയാണ്. ഈ പ്രാണപ്രതിഷ്ഠയുടെ ആ ഒരു അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ഹൈപ്പ് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് കാശ്മീരിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തപ്പോൾ കാശ്മീരിനൊരു തിയേറ്റർ ഓഫ് വാറാണ്, ഇന്ത്യയിലെ ഹിന്ദുത്വ അഭിമാനത്തിൻ്റെ ഒരു തിയേറ്റർ ഓഫ് വാറായിട്ടാണ് കാശ്മീരിനെ അവതരിപ്പിച്ചിരുന്നത്. കാശ്മീരിൽ ഇതാ ഞങ്ങൾ പാകിസ്ഥാനെതിരെ, നമ്മളുടെ വൈദേശിക മുസ്ലിം ശത്രുവിനെതിരെ, ഇവിടെ ആഭ്യന്തര മുസ്ലിം ശത്രുക്കൾ അവരുടെ കൂട്ടുപിടിച്ച് ചെയ്യുന്നതിനെതിരെ നമ്മൾ കാശ്മീരിലാണ് നമ്മൾ ഈ തിയേറ്റർ ഓഫ് വാർ ഹിന്ദുത്വയ്ക്ക് വേണ്ടി നടത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് മോദി അമിത്ഷായൊക്കെ നിരവധി തവണ കാശ്മീരിൽ പോകുന്നതും പ്രസംഗിക്കുന്നതും ഇതിനു വേണ്ടി സംസാരിക്കുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതും 370 അബ്രോഗേറ്റ് ചെയ്തതിന് ശേഷം കാശ്മീരിൻ്റെ വികസനം എന്ന് പറയുന്നൊരു അജണ്ട ആണല്ലോ പിന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അതെല്ലായിടത്തുമുള്ള ഒന്നാവുകയും അത് ജനങ്ങളിൽ വേണ്ടത്ര ഒരു ശത്രു അല്ലെങ്കിൽ ഒരു അപകടാവസ്ഥ, ഒരു അരക്ഷിതാവസ്ഥ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇവർക്ക് വലിയ വൈകാരികമായിട്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നത്. അതും ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് അവർ വിചാരിച്ച പോലെ നടപ്പാക്കാൻ കൊണ്ടുവന്നില്ല. അതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ഉത്തരാഖണ്ഡിലൊക്കെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും ഒരു ചർച്ചയാക്കാൻ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ പോലും അതൊന്നും ഒരു ചർച്ചയാക്കുന്നതിന് കഴിഞ്ഞില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുണ്ട്. ട്രൈബൽസിനെയൊക്കെ ഇവർ വിശാല ഹിന്ദുവിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുക്കളെ, ട്രൈബൽസിനെ അതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെയൊക്കെ പറഞ്ഞ പോലെ ഈ അജണ്ടകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. വിജയൻ മാഷ തോന്നുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ സമരവും ഒക്കെ നടത്തിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ രാവിലെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോവുക എന്നല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. ആ വിപ്ലവമൊക്കെ അവസാനിച്ചു എന്ന് പറയുന്ന പോലെ അത് BJPയെ സംബന്ധിച്ച് ഇത് തീർന്നുപോയി. ഈ ജനങ്ങൾക്ക് കൊടുത്ത ഈ വൈകാരികതയുടെ വെറുപ്പിൻ്റെ അജണ്ട തീർന്നു പോയതിൻ്റെ പ്രശ്നമുണ്ട്. അത് പക്ഷേ സാധാരണഗതിയിൽ സംഘപരിവാർ നേരത്തെ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് തോന്നുന്നത് സംഘപരിവാർ അത് മനസ്സിലാക്കുന്നതിന് ഒരു പടി അവർ പിന്നിലായിപ്പോയി. അതായത് ഇലക്ഷൻ ഒരു ഫേസ് എത്തിയപ്പോഴാണ് അവർക്കത് പിടികിട്ടുന്നത്. അത് കിട്ടുന്നതോടുകൂടി മോദിക്ക് അറിയാം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. അയാളുടെ യഥാർത്ഥ സ്വത്വമാണ് പ്രകടിപ്പിച്ചത്. കടുത്ത മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങൾ, മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നവരാണ്, ഇൻഫിൽട്രേറ്റേഴ്സാണ്, അവർ നുഴഞ്ഞുകയറ്റക്കാരാണ്. ഇത് തന്നെയാണല്ലോ അയാൾ ഗുജറാത്തിലും പ്രസംഗിച്ച്. അഭയാർത്ഥികളുടെ, ഗുജറാത്ത് കലാപത്തെ തുടർന്നുള്ള അഭയാർത്ഥികളുടെ ക്യാമ്പ് കുട്ടികളെ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണെന്ന് പറഞ്ഞ ഒരു അധമനാണ് അയാൾ. അത് തന്നെ വളരെ കൃത്യമായിട്ട് അയാൾ ഈ തെരഞ്ഞെടുപ്പിലും പ്രസംഗിക്കണം. പക്ഷെ അത് ഏൽക്കാത്തതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ലഖ്നൗവിൽ പോയിരുന്നു. ആ ലഖ്നൗ പൊതുവേ ഈ ഉത്തരേന്ത്യയിലെ വളരെ രാഷ്ട്രീയമായി ആളുകൾ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ ഉത്തർപ്രദേശ്. പ്രത്യേകിച്ചും പൊളിറ്റിക്സ് അവിടെ ഒരു വലിയ വിഷയം തന്നെയാണ്, നിരവധി പറഞ്ഞു. പക്ഷേ ഒരു ഡൾ ഇലക്ഷനാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആളുകൾ രാമക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നല്ല കാര്യം തന്നെ എന്നൊക്കെ പറയുമ്പോഴും അതുമാത്രം പോരല്ലോ. ആഫ്റ്റർ ഓൾ ഇത് മാത്രം മോദി നല്ല ആൾ തന്നെ എന്നുള്ളതും അവർ പറയുമ്പോഴും അതുമാത്രം പോരല്ലോ എന്നുള്ളതുകൊണ്ട് അങ്ങനെ തങ്ങൾ ഉദ്ദേശിച്ച ഈ നരേറ്റീവ്, ഈ ഹിന്ദുത്വ വർഗീയതയുടെയും അതുപോലെ തന്നെ ഈ സ്ഥിരം ശത്രുവിൻ്റെയും ഒക്കെ അടങ്ങുന്ന സങ്കുചിത ദേശീയതയുടെയും ഒക്കെ നരേറ്റീവ് വേണ്ട രീതിയിൽ ഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയെ ആക്രമിക്കുന്നത്. കോൺഗ്രസ് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വേണമെങ്കിൽ വായിച്ചിട്ടുണ്ടാവില്ല എന്താ മാനിഫെസ്റ്റോ എന്ന്. പക്ഷേ മോദി അതിനെ ആക്രമിച്ചത് ഇതുകൊണ്ടാണ്. അത് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് സ്വത്ത് വീതം വയ്ക്കുന്നു, നിങ്ങളുടെ താലിമാല കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ ഇതാണ് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷ നൽകുന്നതോ അല്ലെങ്കിൽ ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെയുള്ള വേറെ കാര്യം, ഈ BJPയുടെ ഈ സ്ഥിരം നരേറ്റീവ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു അളവോളം നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. നൗഷാദ് അലി, കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ BJP വളരെയധികം പ്രചാരം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കാരണം മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്, നോർമൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിലേക്ക് ആളുകളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ നിർബന്ധിതമായി ഈ അവസാന ഘട്ടത്തിൽ എന്ന് പറയുന്നു. അതായത് 10 വർഷത്തെ മോദി യുഗത്തിൻ്റെ അവസാനം കാണുകയും അതിനു മുമ്പ് ജനങ്ങൾ ഇലക്ഷൻ കാലത്തൊക്കെ സംസാരിച്ചിരുന്ന ജീവിത പ്രശ്നങ്ങളിലേക്കൊക്കെ ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു. നോർമൽ പൊളിറ്റിക്സിലേക്ക്, ഡെമോക്രാറ്റിക് ഇലക്ഷൻ്റെ ഒരു ഡെമോക്രസിയെ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലുകളുണ്ട്. മാത്രമല്ല കോൺഗ്രസ്സിന് മുൻപില്ലാത്ത വിധം ഉള്ള ഒരു
ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഇന്നത്തെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവനയൊക്കെ കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഈ 5 ഘട്ടം കഴിയുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഈ 400 കിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു മുന്നണി ഭരണത്തെ നയിക്കാൻ പ്രാപ്തമായ, എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി എന്നുള്ള ഫാക്ടറിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ജനങ്ങളുടെ രാഷ്ട്രീയം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങി. കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ആ രീതിയിൽ മുമ്പെന്നുമില്ലാത്ത വിധത്തിൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. കോൺഗ്രസിനകത്ത് എന്ത് സംഭവിക്കുന്നു? കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രതീക്ഷ എന്താണ്? ഇവിടെ നമ്മൾ നിങ്ങൾ ഈ പറഞ്ഞ 2024 നിങ്ങൾക്ക് അനുഭവപ്പെട്ട മാറ്റങ്ങൾ നമ്മൾ 2014 19 താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമാണെന്നൊരു ബോധ്യം സ്വാഭാവികമായിട്ട് വരും. ഒരു കോൺഗ്രസ് വിമർശകർക്ക് പോലും കോൺഗ്രസ് ചിലത് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടാവുകയും വ്യാപകമായി അത്തരത്തിലുള്ള നിഗമനങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് 2014 അന്ന് നരേന്ദ്രമോദിക്ക് ഒരുപാട് ആയുധങ്ങൾ കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിന്ന് അറിയാതെയെങ്കിലും വീണ് കിട്ടിയിരുന്നു. അന്ന് ചായ്വാല എന്ന പ്രയോഗം, നീച്ച് ആദ്മി എന്ന തരത്തിലുള്ള മണിശങ്കർ അയ്യരുടെയൊക്കെ ചില പരാമർശങ്ങളൊക്കെ നരേന്ദ്രമോദി വലിയ തോതിൽ പിന്നെ ഒരു ഇരവാദമാക്കി ഉയർത്തുകയും അങ്ങനെ ഒരു രാഷ്ട്രീയം, പിന്നെ അന്നൊരു ആൻറ്റി ഇൻകംബൻസിയുടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് അതൊക്കെ ചിലവാക്കാൻ കഴിഞ്ഞിരുന്നു. മോദി എന്താണ് എന്ന് ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾക്ക് നേരിട്ട് അനുഭവമില്ല. ഗുജറാത്തിലെ കേട്ടുകേൾവി മാത്രമേ കാലത്തുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 2019 വന്നപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഒരു ഭരണം അവസാനിക്കുകയാണ് എന്നൊരു തോന്നൽ മോദി വിരുദ്ധരുടെ ഇടയിലൊക്കെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ കൃത്യമായിട്ടൊരു മോദി പ്രഭാവം ഇന്ത്യയിൽ ഉടനീളമുണ്ടെന്നും വലിയ തോതിലൊരു തോൽവിയിലേക്ക് മോദി വിരുദ്ധ സംഘം നീങ്ങുകയാണ് എന്നും ആ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ആളുകൾക്ക് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. കാരണം അന്ന് ഈ നേരത്തെ പറഞ്ഞ പുൽവാമയുണ്ട്, ബലാക്കോട്ടുണ്ട്, ഈ മോദി എന്ന ഒരു വലിയ നരേറ്റീവ് ഉത്തരേന്ത്യയിൽ ഉടനീളം മുഴങ്ങുകയാണ്. ഭരണവിരുദ്ധതക്കും ആൻറ്റി ഇൻകംബൻസിക്കും ഒക്കെ അപ്പുറത്ത് ഒരു മോദി എന്ന എന്തും മോദിക്ക് എന്നൊരു മട്ടൊന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞ് 2024 വരുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഈ മാർച്ച് മാസത്തിലും ഫെബ്രുവരി മാസത്തിലും ഒക്കെ പല തെരഞ്ഞെടുപ്പ് വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഒരു മോദി ഭരണം അതിശക്തമായി തിരിച്ചു വരുന്നൊരു സാഹചര്യത്തെക്കുറിച്ചാണ് യുക്തിസഹമായി സമർത്ഥിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിലേക്ക് ഇങ്ങ് വന്ന് 1-ാം ഘട്ടം കഴിഞ്ഞ് 2-ാം ഘട്ടത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതോടുകൂടി ഇപ്പോഴാണ് ഇവിടെ ഒരു കാറ്റ് മാറി വീശുന്നു എന്നൊരു പ്രതീതി വന്നത്. അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ പ്രതീതിയാണ്, മുൻകാലങ്ങളിൽ ഇല്ലാത്ത പ്രതീതിയാണ്. അത് നേരിട്ട് സംവേദനക്ഷമതയുള്ള ഒരു അനുഭവഭേദ്യമായ ഒരു യാഥാർത്ഥ്യത്തെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ ചില സൂചകങ്ങളുണ്ട് എന്ന് വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടക സംസ്ഥാനം തൊട്ട് അങ്ങോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് ബോധ്യമാവും. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ച ചോദ്യം പറയുകയാണെങ്കിൽ, ഇവിടെ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് വളരെ പക്വതയോടുകൂടി ഒരു സമീപനം ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദി 1-ാം ഫേസ് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം തീവ്ര വർഗീയത പ്രയോഗിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് പ്രതികരിക്കാതെ കോൺഗ്രസ് ജീവൽ പ്രശ്നങ്ങളും ഈ രാജ്യത്തെ ജനങ്ങളുടെ ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വികസന അപജയങ്ങളും മാത്രം ഉന്നയിച്ചുകൊണ്ട് മോദിക്ക് മറുപടി നൽകാതെ മോദിയുടെ നരേറ്റീവിനെ ചർച്ചയാക്കാത്ത ഒരു വൈഭവം കോൺഗ്രസ് പ്രകടിപ്പിച്ചു. അതിൻ്റെ കൂടി ഭാഗമാണ് മോദി ഉയർത്തിയ ഒരു കാര്യവും ഈ രാജ്യത്ത് ചർച്ചയായില്ല. അദ്ദേഹം മംഗല്യസൂത്രം പറയുന്നു, അദ്ദേഹം പിന്നെ ഇവിടുത്തെ സംവരണ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, അദ്ദേഹം മുസ്ലിങ്ങൾക്ക് സ്വത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. തുടർന്ന് അങ്ങനെ അദ്ദേഹം നിരവധിയായ കാര്യങ്ങൾ പെറ്റുപെരുകലും വളരെ മോശമായ പദപ്രയോഗങ്ങളൊക്കെ നടത്തിയ അവസാനം അദ്ദേഹത്തിന് തന്നെ തിരുത്തേണ്ടി വരികയാണ്. അലിഗഡിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് മുസ്ലിങ്ങൾക്ക് സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒരു ഉന്നമനം ഉണ്ടായിട്ടില്ല, എസ്-പിയും കോൺഗ്രസുമാണ് അതിൻ്റെ കാരണക്കാരെന്ന് തീർത്തും കോൺട്രഡിക്ടറി ആയിട്ട് അദ്ദേഹം പറയുന്നു. ന്യൂസ് 18 കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വലിയൊരു മുസ്ലിം പ്രേമിയായിട്ട് മാറുന്നു. അപ്പം മോദി തന്നെ ഒരു സ്ഥലജല വിഭ്രമത്തിലായി. ഞാനത് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞതയാണത്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിനും മറുപടി നൽകി ആ വിഷയത്തെ പൊലിപ്പിക്കാത്ത ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആദ്യമേ നടന്നുകൊണ്ടൊരു കാര്യം, അല്ലെങ്കിൽ CPM നമ്മളെ ഒരു ഒറ്റപ്പെടുത്താനായിട്ട് ഇത് പ്രയോഗിച്ച് ചിലപ്പോൾ നമ്മൾ ആ വെട്ടിൽ വീണേനെ. പക്ഷേ അത് കേരളത്തിലെ 2-ാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു വിഷയങ്ങളും ഉണ്ടായില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മോദിയുടെ വഴിക്ക് പറഞ്ഞുപോയി, കോൺഗ്രസിൻ്റെ വഴിക്ക് ഇങ്ങനെ ചെയ്തു പോയി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണഫലമുണ്ടാവും. പിന്നെ ഞാനൊരു ചെറിയ ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, ഇപ്പം നമ്മുടെ ഈ മധ്യേന്ത്യ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹരിയാനയിൽ
എങ്ങനെയായാലും BJP 100% വിജയം നേടിയ സംസ്ഥാനമാണ്. അവിടെ പുറകോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അവിടെ 3 MLA-മാർ പിന്തുണ പിൻവലിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലാണ്. മനോഹർ ലാൽ ഖട്ടറിനെ മാറ്റിയതിൻ്റെ വലിയ പ്രതിഷേധം അവിടെയുണ്ട്, ഭരണവിരുദ്ധതയുണ്ട്. ഖട്ടറിൻ്റെ 3 കുടുംബാംഗങ്ങൾ കോൺഗ്രസ്സിൽ ചേർന്നിട്ടുണ്ട് അവിടെ. പിന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ എഫക്റ്റ് ഡൽഹിയും പഞ്ചാബും ഹരിയാനയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത രാജസ്ഥാനിൽ വളരെ കൃത്യമായിട്ട് വസുന്ധര രാജയും സംഘവും അവിടെ BJP-യുടെ തോൽവി ആഗ്രഹിക്കുന്നുണ്ട്. കർഷക രോഷമുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ ഡിജിറ്റ് 2 അക്കത്തിലേക്ക് കടക്കുമെന്ന് പറയുന്നു. മധ്യപ്രദേശ്, ഗുജറാത്ത് അവിടെയൊക്കെ ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ പറഞ്ഞു വരുന്നു. UP ഞാൻ വിടുന്നു, UP-യിൽ വലിയ മുന്നേറ്റമുണ്ട് എന്ന് പറയുന്നെങ്കിലും ഞാൻ മാറ്റി നിർത്തുകയാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ അവിടെ 48-ൽ 41 NDA നേടിയതാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു 50-50 എങ്കിലും വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബീഹാറിൽ ഒരു 45-55 എങ്കിലും ഈ വിഷയത്തിൽ അവസാനിക്കുമെന്നാണ്, തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ 40-ൽ 39 പിന്നെ BJP ആണ്. അതുപോലെ തന്നെ കർണാടകയിൽ 1 സീറ്റ് മാത്രമേ കോൺഗ്രസ്സിനുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന അവിടെ 15-ന് മുകളിൽ സീറ്റ് കോൺഗ്രസ്സിന് ലഭിക്കുമെന്നാണ്. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനവും നിരവധി പേരുമായിട്ട് നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുള്ളതുകൊണ്ട് നമ്മൾ തൊട്ടറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് BJP-ക്ക് സംഭവിക്കും. അവർ 100% വിജയിച്ച രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, ഉത്തരാഖണ്ഡ്, പിന്നെ ഡൽഹി പോലുള്ള ഹിമാചൽ തുടങ്ങിയ 6 സംസ്ഥാനങ്ങളിൽ അവർക്ക് സീറ്റ് കുറയുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. മറ്റീ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രതിഫലവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകിത്തരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. KT, ഇന്ത്യ സഖ്യം അത് രൂപീകരിച്ച സമയത്ത് വളരെയധികം ദൗർബല്യങ്ങളുള്ള ഒരു മുന്നണിയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. പക്ഷെ പിന്നീട് അത് പതുക്കെ പതുക്കെ മാറുന്ന കാഴ്ച നമ്മളുണ്ട്. കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് സീറ്റ് ഷെയറിങ്ങിലൊക്കെ. പിന്നീട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ഫാക്ടർ വരുന്നു. അദ്ദേഹത്തിൻ്റെ അറസ്റ്റോട് കൂടിയിട്ട് ഈ ഇന്ത്യ സഖ്യം മുൻപില്ലാത്ത വിധം ഭയങ്കര കെട്ടുറപ്പിലേക്ക് വരുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി അതിൻ്റെ നിറം ആകെ മാറുന്നു. അത് ഇലക്ഷനിൽ പ്രതിഫലിക്കുന്നു. എന്താണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ പോകുന്നത്? ഒപ്പം തന്നെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM-നെ പോലുള്ള ഒരു പാർട്ടി ഈ ഇന്ത്യ സഖ്യത്തിനകത്ത് നിർവഹിച്ച റോളിനെ നിങ്ങൾ വിമർശനാത്മകമായിട്ടാണോ കാണുന്നത്? പ്രതീക്ഷയോടെ കൃത്യമായ രീതിയിലാണ് ഇടപെടൽ നടത്തിയത് എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഇന്ത്യ സഖ്യത്തെയും ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയത്തെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട സംഭാവന ഇന്ത്യൻ ഇടതുപക്ഷത്തിനാണ്. CPM എന്നുള്ള രീതിയിൽ ചുരുക്കി കാണേണ്ടത്. CPI ഉണ്ട്, CPML ഉണ്ട്. ഇന്ത്യ ബെൽറ്റിലൊക്കെ വളരെ നിർണായകമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊളിറ്റിക്സിനെ ഏറ്റവും പ്രധാനമായി വിന്യസിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പാറ്റ്ന സമ്മേളനം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി അത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ സമർത്ഥമായിട്ട് നിതീഷിനെ പിടിക്കാനുള്ള ഭാരതരത്ന അവാർഡ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ആലോചിച്ചത്. പക്ഷേ അത് ബാംഗ്ലൂരിലേക്ക് എത്തുകയും ബോംബെയിലേക്ക് എത്തുമ്പോൾ ദേശീയ തലത്തിൽ വലിയ ഭീഷണിയായിട്ട് ഇന്ത്യ സഖ്യം മാറുമെന്ന് നരേന്ദ്രമോദി ചിന്തിക്കുന്നുണ്ട്. അതിനെ പൊളിക്കാൻ വേണ്ടിയാണ് നിതീഷിനെ അദ്ദേഹം കൂടെ കൂട്ടുന്നത്. ഇവിടെ UP-യിലാണെങ്കിൽ നിർണായകമായ ഗിരീഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് ജയകാന്ത് ചൗധരിയാണ്. അദ്ദേഹത്തിൻ്റെ RLD-യാണ്. RLD-യെ കൂടെ നിർത്തുന്നത്. അതോടുകൂടി എന്താണ്, ഹിന്ദി ബെൽറ്റിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ പോകുന്ന ഭീഷണിയെ ഞങ്ങൾ അതിജീവിക്കും എന്ന വിലയിരുത്തലായിരുന്നു BJP-ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ പ്രമോദ് സൂചിപ്പിച്ചതുപോലെ BJP-യുടെ ഇന്ത്യൻ സാഹചര്യത്തെ സംബന്ധിച്ച എല്ലാ വിലയിരുത്തലുകളും അസ്ഥാനത്താവുകയാണ് ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ സഖ്യം നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു. അത് ഇന്ത്യ സഖ്യത്തിന് ഇവിടെ ഇപ്പോൾ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ബല ദൗർബല്യങ്ങളും അങ്ങനെ തന്നെ നിൽക്കുക. അതിന് ബലവുമുണ്ട്, അതിൻ്റേതായ ദൗർബല്യങ്ങളുണ്ട്. ആ ബല ദൗർബല്യങ്ങൾക്കകത്ത് നിന്നാണെങ്കിലും ഇന്ത്യ സഖ്യം 21 സ്റ്റേറ്റുകളിലാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. വടക്കിഴക്കൻ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഇവിടെയൊക്കെ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയാണ്. പക്ഷേ മണിപ്പൂർ ഉൾപ്പെടെയുള്ള മോഡി സർക്കാരിനെതിരായിട്ടുള്ള വളരെ വൈകാരികമായ പ്രതിഷേധം ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് നരേന്ദ്രമോദിക്ക് നമ്മളെക്കാൾ വിവരങ്ങൾ കിട്ടാൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ വിവരങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലെത്തുകയാണ്. അദ്ദേഹം ആ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് 60-61% പോളിംഗ്. അത് തീർച്ചയായിട്ടും എന്താണ്, വളരെ നിഷേധാത്മകമായ ഫലം BJP-ക്ക് ഉണ്ടാക്കുന്നതാണ് തിരിച്ചറിവുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം കടുത്ത വിദ്വേഷ പ്രചരണത്തിന്, അപ്പോൾ പിറ്റേ ദിവസം തന്നെയാണ് അദ്ദേഹം രാജസ്ഥാനിലെ ബൽസാഡയിൽ
കുപ്രസിദ്ധമായ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗമായിട്ട് രേഖപ്പെടുത്താൻ പോകുന്ന ആ പ്രസംഗം നടത്തിയത്. അത് മുസ്ലിങ്ങളെ നുഴഞ്ഞു കയറ്റക്കാരും കുഞ്ഞുങ്ങളെ സന്തതികളെ പെറ്റുപെരുകുന്നവരും രാജ്യത്തിൻ്റെ സമ്പത്താകെ കവർന്നു കൊണ്ടുപോകുന്ന അർബൻ നക്സലൈറ്റ് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് അദ്ദേഹം ചിത്രീകരിച്ചു. അപ്പോൾ അത് ഇന്ത്യ സഖ്യത്തിനെതിരായിട്ടും അതിനെ നയിക്കുന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെതിരായിട്ട് തിരിക്കാൻ അദ്ദേഹത്തിന് ഈ പ്രകടന പത്രികയിൽ പോയിൻ്റൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം 2006 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ മൻമോഹൻ സിംഗ് നടത്തിയ വളരെ അക്കാദമിക്കായ ഒരു പ്രസംഗമാണത്. ആ പ്രസംഗത്തെ അദ്ദേഹം എന്താണ് കോട്ട് ചെയ്തു. ആ പ്രസംഗത്തെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ മൈനോറിറ്റി പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്നു, ആ സംവരണം നമ്മുടെ OBC SC ST സംവരണം എടുത്തു കളഞ്ഞിട്ടാണ് കൊടുക്കുക എന്നൊക്കെയുള്ള തെറ്റായ ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പറ്റാത്ത, നമ്മളെ ശശികല ടീച്ചറൊക്കെ പ്രസംഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു പ്രധാനമന്ത്രി ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പറ്റാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, വളരെ വിദ്വേഷ പ്രചരണം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം നടത്തി. അത് കൂടുതൽ അദ്ദേഹത്തെ തുറന്നു കാണിച്ചു, പ്രത്യേകിച്ച് നഗരസമൂഹങ്ങൾക്കകത്ത്. ഇപ്പോൾ ഈ ഡൽഹി ബാർ കൗൺസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രമോദ്, ഈ കപിൽ സിബൽ മാത്രമാണ് ആ പാനലിൽ പ്രസിഡന്റ് മാത്രമാണ്. അതൊക്കെ കാണിക്കുന്നതാണ് നമ്മുടെ നഗര മധ്യവർഗം BJPക്ക് അനുകൂലമായിരുന്നു. നമുക്ക് കനയ്യെ കോടതി കൊണ്ടുവരുമ്പം തല്ലാൻ പോയ ആളുകളാണ് ഈ ബാർ കൗൺസിൽ ആൾക്കാരെന്ന് പറയുന്നത്. അവരിലെല്ലാം തന്നെ എന്താണ് വലിയ ഒരു തിരിച്ചറിവ്, ഒരു റീതിങ്കിങ് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം എന്താണ് പറ്റിയ ഒരാളല്ല. പക്ഷേ 2014 ഇദ്ദേഹം ആരാണ്? മിസ്റ്റർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. ലോകമാധ്യമങ്ങളെല്ലാം തന്നെ, ഇന്ത്യൻ എക്സ്പ്രസ്, ഞാനതിൻ്റെ എഡിറ്റോറിയൽ പേജൊക്കെ എപ്പോഴും നോക്കുന്ന ഒരാൾ, ആ എഡിറ്റോറിയൽ പേജിൽ ഇദ്ദേഹത്തെക്കുറിച്ചൊരു വരി എഴുതുന്നുണ്ടെങ്കിൽ എന്താണ്, ന്യൂനപക്ഷങ്ങളുടെ ചോരക്കര പുരണ്ട ആളെന്നുള്ള അതിൻ്റെ എഡിറ്റർ എപ്പോഴും ഇയാളെ വിശേഷിപ്പിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ചോരക്കര പുരണ്ട ആളെന്ന നിലക്കാണ്. നമ്മളത് മലയാളത്തിൽ എഴുതുമ്പോൾ പ്രസംഗിക്കുമ്പോൾ നരാധവനെന്ന് പറയും. പക്ഷേ 2011 ശേഷം ഈ പത്രങ്ങളൊക്കെ അവരുടെ നിലപാട് മാറ്റി. ഇവിടെ ഒരു പ്രശ്നം നമ്മൾ ഗൗരവമായിട്ട് കാണണം. ഇന്ത്യൻ ബൂർഷാസി, ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾ എൻ ബ്ലോക്കായി 2011 ശേഷം BJPക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. 2011 വൈബ്രൻറ്റ് ഗുജറാത്ത്, അഹമ്മദാബാദിലെ, അത് അമേരിക്കൻ വാണിജ്യ കേന്ദ്രത്തിൻ്റെ ഒരു സമ്പൂർണ്ണമായ മേൽനോട്ടത്തിൽ അവർ സ്പോൺസർ ചെയ്ത ഒരു ഉച്ചകോടിയായിരുന്നു, ഒരു നിക്ഷേപ ഉച്ചകോടിയായിരുന്നു. ആ ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയെ അഹമ്മദാബാദിൽ നിന്ന്, അദ്ദേഹം ഗുജറാത്തിൻ്റെ CEO ആയിരുന്നാൽ പോരാ, എന്താണ് ഇന്ത്യയുടെ CEO ആവണം. മാർസ് മൂലനത്ത് പറയുന്നത് പോലെ ഈ മുതലാളിമാരുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആൾക്കാരെയാണല്ലോ നമ്മൾ CEO എന്ന് പറയുക. ഇദ്ദേഹത്തെ എന്താണ് ഇന്ത്യയുടെ മൊത്തം CEO, കാരണം ഡൽഹിയിലേക്ക് കൊണ്ടുവരണം. ഈ പ്രസംഗം നടത്തിയാരാണ്? അനിൽ അംബാനിയാണ്. അനിൽ അംബാനി അങ്ങനെ പ്രസംഗിക്കാൻ കാരണം എന്താണ്? സ്പെക്ട്രം കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തു. എന്തുകൊണ്ടാണ് പ്രതി ചേർത്തത്? മിസ്റ്റർ മൻമോഹൻ സിംഗ് ആവുന്നത്ര നോക്കി ഇത് ഒഴിവാക്കി കൊടുക്കാൻ, ഈ റിലയൻസ് കുടുംബത്തെ ഒഴിവാക്കി കൊടുക്കുക. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സമ്മർദ്ദം, പുറത്ത് മാധ്യമങ്ങളുണ്ടാക്കിയ അന്തരീക്ഷം, ഇതെല്ലാം വന്നപ്പോൾ എന്താണ്, കൃത്യമായ വ്യക്തമായ തെളിവുള്ള ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ വലിയ പ്രതിയാക്കി. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാക്കി, നിർണായകമായ ഘട്ടത്തിൽ ഒരു ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ധൈര്യം ഈ കോൺഗ്രസ്സുകാർ കാണിക്കില്ല. അവരെന്താണ്, അവരിൽ ഈ ഇടതുപക്ഷമൊക്കെ ചെലുത്തുന്ന സ്വാധീനത്തിൽ അവർ വഴങ്ങും. അതുകൊണ്ടാണ് ഞങ്ങളെ ഏകപക്ഷീയമായി പിന്തുണക്കുന്ന, എന്തു വന്നാലും ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം ഡൽഹിയിൽ ഉണ്ടാവണം. അതിൻ്റെ CEO എന്നുള്ളതൊക്കെയാണ്, പ്രധാനമന്ത്രി എന്ന നിലക്കല്ല, ഇന്ത്യൻ മുതലാളിമാരുടെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഒരു CEO എന്ന നിലയ്ക്ക് ഇയാളെ ഡൽഹിയിലെത്തിച്ച്. പക്ഷേ ഇദ്ദേഹം 10 വർഷം കഴിയുമ്പോൾ മുതലാളിത്തത്തിന് സഹജമായൊരു പ്രശ്നമുണ്ട്. മുതലാളിത്തം അവരെത്ര സംരക്ഷിച്ചാലും, അദാനിമാർക്ക് എത്ര നിരുപാധികമായി വ്യവസ്ഥാരഹിതമായ എല്ലാ സഹായം ചെയ്തു കൊടുത്താലും പ്രൊഡക്ഷൻ ഉണ്ടാവുകയും സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാത്തൊരു വ്യവസ്ഥയിൽ ജനങ്ങളുടെ പർച്ചേസിങ് പവർ ഉണ്ടാവില്ല. അതുകൊണ്ട് മുതലാളിമാർക്ക് നിൽക്കണമെങ്കിലും എന്താണ്, ജനങ്ങൾക്ക് പണിയും വരുമാനവും ഉണ്ടാവണം. അത് മുതലാളിത്തം തന്നെ സ്വയം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിപ്രിവേഷൻ, സമ്പത്തുൽപാദന മണ്ഡലങ്ങളുടെ മുരടിപ്പ് ഇത്ര പ്രകടമായ ഒരു കാലമേ ഇല്ല. ആ സമ്പത്തുൽപാദന മേഖലയുടെ മുരടിപ്പാണ് നമ്മുടെ ജനങ്ങളുടെ വരുമാനക്കുറവായിട്ട് മാറിയിരിക്കുന്നത്. രാജ്യത്തെ ആളുകൾക്ക് കൂലിയില്ല, പണിയില്ല. ഈ വിഷയങ്ങളെല്ലാം നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത്. പല സുഹൃത്തുക്കളും ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഈ വിഷയങ്ങൾ രാജ്യത്തൊട്ടാകെ ചർച്ചയാക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു. അതിൽ ഏറ്റവും നിർണായകമായ പങ്ക്, സംഭാവന ഇടതുപക്ഷത്തിൻ്റെതാണെന്ന് അഭിമാനപൂർവ്വം തന്നെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ തേജസ്വിനി യാദവ്, ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ തേജസ്വിനി യാദവിൻ്റെ ബീഹാറിലൊരു പ്രസംഗം കേൾക്കുമായിരുന്നു. എന്താ അദ്ദേഹം പ്രസംഗിക്കുന്നത്? നൗഷാദിനെ തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹം പ്രസംഗിക്കുന്നത് മുഴുവൻ ഈ വിഭജനവും വിദ്വേഷവും ഉണ്ടാക്കുന്ന മോഡിക്കെതിരായിട്ടാണ്. ആളുകളോട് നേരിട്ട് സംഭാഷണ രൂപയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ BJPയുടെ അജണ്ടയെ എന്താണ്, അതിൽ വീഴുകയല്ല, അതിനെ പ്രതിരോധിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാനമായിട്ടും ഈ റീജിയണൽ പാർട്ടികൾ. കോൺഗ്രസ്സുകാർക്ക് ഭയമുണ്ടാകും, പക്ഷേ ബംഗാളിലെ കോൺഗ്രസ്സുകാർക്ക് ഭയമില്ല. അവർ മോഡിയുടെ വിഭജനവും ഭിന്നിപ്പും ഉണ്ടാക്കുന്ന, വിദ്വേഷം ഉണ്ടാക്കുന്ന നയങ്ങൾക്കെതിരായിട്ട് ധീരമായി പ്രസംഗിക്കുകയാണ്. അതുപോലെ സഖ്യമാണെന്നല്ല, സഖ്യം എല്ലായിടത്തിലും ഉണ്ടല്ലോ. അപ്പോൾ ആ സഖ്യത്തിൻ്റെ പ്രശ്നമല്ല. ചില സ്ഥലത്ത് എന്താണ്, RSS അജണ്ടയോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരിക്കും?
ഇപ്പോൾ ഉള്ള ഈ എല്ലാ CAA ഉൾപ്പെടെ എല്ലാം മാറ്റേണ്ടി വരും. ഇടതുപക്ഷം നടക്കുന്ന പിന്തുണയുടെ ഒരു അങ്ങനെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ ഒരു ഭാഗ്യകരമായ ഒരു അവസരം ഇന്ത്യക്കാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ വിനിർണായകമായ അവസരത്തെ നമ്മളെന്താക്കും, ഈ ഭരണഘടനയെ നശിപ്പിച്ച എല്ലാ നിയമങ്ങളും എന്താണ്, അമെൻമെൻറ്റ് റിവേഴ്സ് ചെയ്യേണ്ടി വരും. CAA, മുത്തലാഖ്, ലോകത്തെ ഏതെങ്കിലും രാജ്യത്തെ വിവാഹമോചന നിയമങ്ങളിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടോ? ക്രിമിനൽ വ്യവസ്ഥയുണ്ടോ? അപ്പോൾ ക്രിമിനൽ വ്യവസ്ഥ മുത്തലാഖിൽ കൊണ്ടുവന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ നമ്മളിനി വരുന്ന നാളുകളിൽ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന സമാധാനിക്കാൻ കഴിയുന്നത് ഈ മോഡി അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണ്. ആ പുറന്തള്ളപ്പെടും എന്ന ഏറ്റവും നല്ല അറിവുള്ള ആൾ, നമ്മളെക്കാളൊക്കെ വിവരമുള്ള ആൾ മോഡിയാണ്. അതാണ് ആ പരിഭ്രാന്തിയാണ് തുടർന്ന്. ഇപ്പോൾ സൈഹ്റാബാദിൽ അദ്ദേഹം വന്ന് പ്രസംഗിച്ച എന്താണ് അദ്ദേഹം പറഞ്ഞത്? പാകിസ്ഥാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഡി ഈ ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലെത്താൻ, കോൺഗ്രസിന് അധികാരത്തിലെത്താൻ പാകിസ്ഥാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ്, 2019 പുൽവാമയ്ക്ക് സമാനമായ രീതിയിൽ ഒരു പാകിസ്ഥാൻ വിരുദ്ധതയുണ്ടാക്കി ദേശീയത ആളിക്കത്ത് ആ ഒരു നമ്പറും 2019 ഒരു നമ്പറും ഏറ്റില്ല എന്നുള്ളതാണ്. അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയും കൂടുതൽ പരിഭ്രാന്തിയിൽ നിന്ന് കൂടുതൽ അസംബന്ധങ്ങൾ, ജൽപ്പനങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉള്ളത്. അപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് സംശയരഹിതമാണ്. BJPയെ മാറ്റി നിർത്താൻ 2004 പോലെ നിരുപാധികമായ പിന്തുണയായിരിക്കും. ആ പിന്തുണയിൽ രാജ്യവും ഭരണഘടനയും നേരിടുന്ന പല പ്രശ്നങ്ങളും ഉപാധികളായി ഇടതുപക്ഷം വെച്ചെന്ന് വരാം. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഇന്നത്തെ അവസ്ഥയിൽ പാർലമെൻറ്റിൽ എന്താണ് ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് ഇടതുപക്ഷത്തും ബംഗാളിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, ബീഹാറിൽ നിന്ന് ഒക്കെ തന്നെ CPI, CPML, CPM പ്രതിനിധികൾ പാർലമെൻറ്റിനകത്തുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇന്ത്യ മുന്നണി ജയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം തന്നെ എന്താണ്, ഇടതുപക്ഷത്തിനും കൂടെ പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളൊരവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ BJP ഇതരമായ ഒരു ഗവൺമെൻറ് ഉണ്ടായാലും എന്താ ഇന്ത്യൻ സാമൂഹ്യ ഘടനയിൽ BJP ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപകടങ്ങൾ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമില്ല വർഗീയവാദികളുടെ നിരന്തരമായ ബലപ്രയോഗങ്ങൾ തന്നെ വായിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ശ്രീരാം സേനയൊക്കെ ഇവിടെയുണ്ട്, എല്ലാ തരത്തിലുള്ള ആൻറ്റി റോമിയോ സ്ക്വാഡുകളെല്ലാം ഇവിടെയുണ്ട്. ഈ ക്രിമിനൽ സംഘങ്ങളെ അഴിച്ചു വിട്ടുകൊണ്ടെന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കൂടുതൽ സൗകര്യമാകും. രാജ്യത്ത് വലിയ അരക്ഷിതത്വം ഉണ്ടാക്കാനാണ് BJP ശ്രമിക്കുക. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിലപ്പുറത്ത് എന്താണ്, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് BJP ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൂളിഗാനിസമുണ്ട്, കമ്മ്യൂണലായിട്ടുള്ളൊരു ഹൂളിഗാനിസം. അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമായിട്ട് നമ്മുടെ മുമ്പിൽ വരും. ഇതിനെയെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള വളരെ വിശദമായ തലത്തിൽ ഈ വിഷയങ്ങളെയെല്ലാം പരിഗണിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സമീപനവും ഒരു കോമൺ മിനിമം പരിപാടിയും സർക്കാരിൻ്റെ നയങ്ങൾ മാത്രമല്ല സാമൂഹ്യമായി, അതാണ് CPMൻ്റെ പാർട്ടി പ്രമേയങ്ങളിലൊക്കെ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സംഘപരിവാർ ഉയർത്തുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന ഭീഷണിയെ രാഷ്ട്രീയവും അതിൻ്റെ സാമ്പത്തിക നയങ്ങളുടെയും അതേപോലെ തന്നെ പ്രത്യയശാസ്ത്ര രംഗത്ത്, ഈ പ്രത്യയശാസ്ത്ര രംഗത്തെ പ്രശ്നം വരുമ്പോഴാണ് ഞങ്ങളും നൗഷാദ് അലിയും തമ്മിൽ ചില പ്രശ്നങ്ങളുള്ളത്. പ്രത്യയശാസ്ത്രപരമായ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് വേണ്ടത്ര കൺസേൺ അല്ല. അവർ ആ കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് കാണുന്നില്ല. വേണമെങ്കിൽ ശബരിമലയിൽ നിങ്ങളെക്കാൾ നല്ലൊരു ബില്ല്, ഒരു നിയമം ഉണ്ടാക്കാം. ഈ കേരളം പോലെ പ്രബുദ്ധമായ ഒരു സമൂഹത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂരിനെ പോലുള്ള ഒരാൾ, അദ്ദേഹം മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ KPCC ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാണ് എന്തിന്, ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നത് തടയാനുള്ള ഒരു നിയമം ഉണ്ടാക്കാൻ. അപ്പോൾ എത്രത്തോളം സംഘപരിവാറിൻ്റെ അജണ്ടയിൽ മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നൗഷാദ് അലിയെ പോലുള്ള സുഹൃത്തുക്കളെല്ലാം തന്നെ, കോൺഗ്രസിലെ യുവ നേതാക്കളൊക്കെ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വിജിലൻ്റ് ആവണം. ദേശീയ തലത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന അന്തരീക്ഷത്തെ കേരള പൊളിറ്റിക്സിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം. നമ്മുടെ ഒരു വിനിമയത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രത്തിൻ്റെ മണ്ഡലമാണ്. കോൺഗ്രസ്സുകാരും ഇടതുപക്ഷവും തമ്മിലുള്ള വിനിമയത്തിൻ്റെ മണ്ഡലം നെഹ്റുവിൻ്റെ കാലം മുതൽ എന്താണ് പ്രത്യയശാസ്ത്രത്തിന്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ യോജിച്ചു പോകാൻ കഴിയണം. കാരണം ഈ മോദിയുടെ ഭയത്തിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സംസ്ഥാനങ്ങളെ പ്രത്യേകമായിട്ട് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ പലതരത്തിൽ പ്രവചിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ടെലിവിഷൻ ചാനലുകൾ നടത്തിയ പ്രീ പോൾ സർവേയോ ഒപ്പീനിയൻ പോളോ വെച്ചിട്ടല്ല പറയുന്നത്, അല്ലാതെ നടത്തുന്ന അടിത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒപ്പീനിയൻ വെച്ചിട്ട് നടത്തുന്ന വിശകലനങ്ങളിൽ കൃത്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും എത്രയൊക്കെ സീറ്റുകൾ വെച്ചിട്ട് കുറയാം, അതെങ്ങനെ 272 എത്തിക്കാതിരിക്കാം എന്ന്, അതെങ്ങനെ കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണിക്ക്, ഇന്ത്യ മുന്നണിക്കും നേട്ടമുണ്ടാക്കാം എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഈ സംസ്ഥാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അവലോകനം നടത്താൻ പറഞ്ഞാൽ, ഇപ്പോൾ ദക്ഷിണേന്ത്യ വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു 5 സ്റ്റേറ്റുകൾ അടങ്ങിയതിൽ ആന്ധ്രാപ്രദേശ് മാത്രമാണ് ഇത്തവണ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. BJPക്ക് അനുകൂലമായിട്ട്
ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്ന് TDPയും പവൻകുമാറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സഖ്യത്തിൻ്റെ ജനസേനയ്ക്ക് ഉണ്ടാക്കിയ സഖ്യത്തിൻ്റെ ഫലമായിട്ട് BJPക്ക് അവിടെ മുന്നേറാൻ ആകുമെന്നൊരു കണക്കൂട്ടലുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ 129 ടോട്ടൽ 5 സംസ്ഥാനങ്ങളിലെ 129 സീറ്റുകളിൽ 29 BJPക്ക് കിട്ടി. അതിൽ 24 തെലങ്കാനയിൽ ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ കർണാടകയിലായിരുന്നു. ഇപ്പോൾ കർണാടകയിൽ നൗഷാദിൽ പറഞ്ഞ പോലെ ഇപ്പോൾ അവിടെ ഈഡിന എന്ന് പറഞ്ഞിട്ടൊരു വെബ് പോർട്ടലുണ്ട്. അതിൻ്റെ ഒരു HV വാസു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ തവണ നിയമസഭ ഇലക്ഷന് കറക്റ്റ് പ്രഡിക്ഷൻ നടത്തിയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 96 മുതൽ ക്രമമായിട്ട് കർണാടകയിൽ BJP മുന്നേറ്റം വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു വരികയായിരുന്നു. പക്ഷേ അത് 2024 ഒരു സ്റ്റാറ്റിക് വേവായിട്ട് മാറി. അത് ഒരു സാച്ചുറേറ്റഡ് അവസ്ഥയിലായിപ്പോയി. പക്ഷേ അഡീഷണൽ വേവ് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല മോഡിക്ക്. മോഡി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി, RSS, ഹിന്ദുത്വ ഐഡിയോളജി, ആ മൂന്നും ചേർന്നിട്ടുള്ള ഒരു ഫാക്ടർ. പക്ഷേ ഈ 30% ഈ മോദി വേവ് സ്റ്റാറ്റിക് ആവുകയും ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കൗണ്ടർ പോളറൈസേഷൻ നടന്നിട്ടുണ്ട്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടുത്തെ സിദ്ധരാമയ്യ സർക്കാരാണ്. അതായത് ഈ വർഗീയതയ്ക്കും വിദ്വേഷ രാഷ്ട്രീയത്തിനും എതിരായിട്ട് ജനങ്ങളുടെ ഇഷ്യൂ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ജനകീയമായിട്ടുള്ള അവിടെ അധികാരത്തിൽ വന്ന ഉടനെ ഒരു 5 വാഗ്ദാനങ്ങൾ 5 എണ്ണം അടുത്ത ദിവസം തന്നെ നടപ്പാക്കുകയും വളരെ അവിടെ സിദ്ധരാമയ്യ സർക്കാർ കൊണ്ടുവന്ന ഓരോ ജനകീയ പരിപാടികളും ഓരോ വീടിനെയും നേരിട്ട് ബാധിക്കുന്നതെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റുക. അപ്പോൾ അത് ആ ഒരു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇഷ്യൂവിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു കൗണ്ടർ പോളറൈസേഷൻ ഒരു 30% ഒരു വേവ് ഇപ്പുറത്തുണ്ട്. അപ്പോൾ രണ്ടും നിൽക്കുമ്പോൾ പക്ഷേ ഇലക്ഷനിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10% കൂടി വേണം. ഈ ദേവഗൗഡന്റെ പൗത്രന്റെ ഉണ്ട് രവണനുണ്ട്. അത് പക്ഷെ അത് അധികം അത് വലിയൊരു ഫാക്ടറായിട്ട് മാറില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ ഈ 30% നിൽക്കുമ്പോൾ 10% അഡീഷണൽ വേവ് അവിടുത്തെ കർണാടക സർക്കാരിൻ്റെ ഈ ജനക്ഷേമ പരിപാടികളെ കൊണ്ടുണ്ടായിട്ടുണ്ടെന്നും അത് റിസൾട്ടിൽ പ്രതിഫലിക്കുന്നതാണ്. ഇതേ സംഭവം തന്നെ തെലങ്കാനയിൽ സംഭവിച്ചിട്ടുണ്ട്. തെലങ്കാനയിലും ഈ കോൺഗ്രസ് സർക്കാർ എന്ന് പറഞ്ഞ ഇതേപോലെ ജനകീയമായ ഇഷ്യൂസ് പുറത്താണ് അവിടെ നിയമസഭ ഇലക്ഷൻ നേരിട്ടതും വിജയിച്ചതും. ആ ജനകീയ ഇഷ്യൂസ് തന്നെ വളരെ വലിയ തോതിൽ ആൾക്കാരുടെ വോട്ടിങ്ങിനെ ബാധിക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ 20 സീറ്റും ഇന്ത്യ മുന്നണിക്കാണല്ലോ. അപ്പോൾ ആന്ധ്രാപ്രദേശ് ഒഴികെ നോക്കുമ്പോൾ ഒരു 80 സീറ്റോളം സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു കണക്കൂട്ടൽ ഒരു പ്രതീക്ഷ എന്നുള്ള രീതിയിൽ കാണാം. ഇതേ കൗണ്ടർ പോളറൈസേഷൻ ഈ ഉത്തരേന്ത്യയിലുണ്ട്. ഇപ്പോൾ പ്രമോദ് ചൂണ്ടിക്കാണിച്ച പോലെ യു പിയിലൊക്കെ ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ പറയുന്നത് അവിടെ ഇതുവരെ BJPക്ക് ഗുണകരമായിരുന്ന സാമുദായിക ധ്രുവീകരണം ഇത്തവണ അത്രയും ഗുണം ചെയ്യില്ലാതാണ്. BJPക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കില്ല. നേരെ മറിച്ച് അത് സമാജ്വാദി പാർട്ടി ഇത്തവണ ഒരു PD എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ വെച്ചിട്ടാണ് മത്സരിക്കുന്നത്. അതായത് അവരുടെ സാമ്പ്രദായികമായിട്ടുള്ള വോട്ട് ബാങ്കായിരുന്ന യാദവ മുസ്ലിം അതിനു പകരം OBC പിന്നാക്ക ദളിത്, അതായത് BJP ഇതുവരെ നേട്ടമുണ്ടാക്കിക്കൊണ്ടിരുന്ന വിഭാഗങ്ങളിലേക്ക് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു PD എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ വെച്ചിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ബീഹാറിലെ കാര്യം പറഞ്ഞു, തേജസ്വി യാദവ് ഒരു RJD ഒരു ഒറ്റയാൾ പോരാട്ടം എന്നുള്ള നിലയ്ക്കാണ് അവിടെ ഇഷ്യൂസ്. അവർ തേജസ്വി യാദവ് ഉയർത്തിപ്പിടിക്കുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം, യുവാക്കളുടെ തൊഴിലില്ലായ്മ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് ജനകീയമായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനകീയമായുള്ള ഇഷ്യൂകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കൗണ്ടർ പോളറൈസേഷനാണ് BJPക്ക് ഫേസ് ചെയ്യാനുള്ളത്. അതിപ്പോൾ രാഷ്ട്രീയമായിട്ട് BJPക്ക് അത് ഒരിക്കലും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അണ്ടർലൈൻ ഫാക്ടേഴ്സായിട്ട് ഇങ്ങനെയാണ് സാധാരണ ഈ നിരീക്ഷകന്മാരുടെ ഈ ഇന്ത്യ മുന്നണിക്കുള്ള മുൻതൂക്കത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ ഒരു കാര്യം കൂടി ബീഹാറിലേക്ക് വരുമ്പോഴും ബീഹാറിൽ ഇപ്പോൾ നമ്മൾ സാധാരണ അടിയന്തരാവസ്ഥക്കാലത്ത് ഈ ഇഷ്യൂസ് പറയാറില്ലേ, അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പുറത്താക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിച്ച ജനതയാണ് ബീഹാറിലെ ജനത എന്ന് പറയാറുണ്ട്. അന്നത്തെ പോലെ ഒരു സിംഗിൾ പോയിന്റ് വോട്ടിങ്ങിലേക്കൊന്നും ബീഹാറിലെ UP ഒന്നും സംവിധാനം എത്തിയിട്ടില്ലെങ്കിൽ കൂടി ഇഷ്യൂസ് വളരെ ഭയങ്കരമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഈ പ്രതികരണങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസത്തിൽ നിന്നും മോദിയുടെ ആത്മവിശ്വാസക്കുറവിൽ നിന്നും കാണാം. പിന്നെ ഇന്നലത്തെ 5ാം ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹിന്ദു പത്രത്തിൻ്റെ ലീഡായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ ഒരു വോട്ടിംഗ് നിസ്സംഗത, അതായത് മുംബൈ, താന, നാസിക്, ലക്നൗ എന്നിവിടങ്ങളിലൊക്കെ ഒരു 55-58% വോട്ടിംഗ് നടന്നുള്ളത്. അത് വളരെ ഈ വോട്ടിങ്ങിനോടുള്ള നിസ്സംഗത ഫലത്തിൽ എതിരാവുക ഈ BJPക്കാണ് തിരിച്ചടിയാവുക എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതാണ് ഒരു പ്രതീക്ഷയുടെ ഘടകങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുക.
കമൽ റസജി, നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനോട് RSS ഒരു വിമർശനം വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. പൊതുവെ RSS സംഘപരിവാർ ഭയങ്കര ആവേശത്തോടു കൂടി ഇലക്ഷൻ പ്രചാരണങ്ങളിൽ മുൻകാലങ്ങളിൽ പങ്കെടുത്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അത്ര ആവേശമൊന്നും സംഘപരിവാർ സംഘങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് പറയപ്പെടുന്നു. RSS ഇനിയൊരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരേണ്ടതില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള അതായത് ഈ കൂട്ടുകെട്ട് ഇവരുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്ര രൂപീകരണം എന്ന് പറയുന്ന അജണ്ടയ്ക്കും അപ്പുറത്തേക്ക് മാറുന്നു ഒരു ഭരണത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എന്നതൊക്കെയുള്ള ആ ഒരു വിലയിരുത്തൽ എത്രത്തോളം ഉള്ളതാണ്, യാഥാർത്ഥ്യമാണത്? അതിലേക്ക് വരുന്നതിന് മുമ്പേ വളരെ സന്തോഷകരമായ ഒരു വിലയിരുത്തൽ എന്താ വെച്ചാൽ ഇപ്പം CPM അതായത് KT അല്ലെങ്കിൽ നൗഷാദ് ഭായ് കോൺഗ്രസ് ഒക്കെ നടന്നത് ഇപ്പോൾ ഇലക്ഷൻ്റെ മുമ്പുള്ള രീതിയിലല്ല KTയും നൗഷാദ് ഭായും സംസാരിക്കുന്നത്. കാരണം അത് കുറച്ചും കൂടി ഒരു കുറ്റസമ്മതത്തോടു കൂടിയുള്ള ഒരു സംഭാഷണ ഇതാണ് അവർ അതിൻ്റെ ഒരു ആ ചാതുര്യം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പിന്നെ സംഗതി ഇവർ നേരത്തെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയൊക്കെ കുറച്ചും കൂടി ശക്തമായിരിക്കും. കാരണം വെച്ചാൽ ഈ എന്നാൽ പോലും KT വിടുന്നില്ല. KT എപ്പോഴും പിന്നെ ഈ കേരളം എന്നുള്ളതും ശബരിമലയൊക്കെ തന്നെയാണ് കൊണ്ടുവരുന്നത്. കാരണം ഒരു വിശാല മുന്നണിയായിട്ട് ഇന്ത്യനെ കാണാനും ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ടത് BJP ആണെന്നുള്ള ധാരണ KTക്കുണ്ട്, നൗഷാദ് ഭായിക്കുണ്ട്. ഇതാണ് നമുക്ക് പ്രതീക്ഷ തരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനേക്കാട്ടൊക്കെ രാഷ്ട്രീയത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഈ എന്താണ് BJPക്കെതിരെയുള്ള ഒരു സ്ട്രാറ്റജി? രണ്ടുപേരും സമ്മതിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും സംഘടന ദുർബലമാണെന്നുള്ളതാണ്. സംഘടനാപരമായിട്ട് ഇപ്പം KT തന്നെ CPI-ML എന്നുള്ളത് ഇപ്പോഴായിരിക്കും പറയുന്നത്. കാരണം CPI-നെയും കൂട്ടിപ്പിടിക്കുന്നുണ്ട്. ഏത് CPM മാത്രം പോരാ, CPI-ന്റെ CPI-ML ഉണ്ട്, ഇന്ത്യയിൽ അങ്ങനെയൊക്കെ പ്രസ്ഥാനങ്ങളുണ്ട്. ഇടതുപക്ഷ ഫോറാണ് ഇപ്പം പറയുന്നുണ്ട്, ആദ്യം പറയില്ല. ഇപ്പൊ ഇലക്ഷൻ മുമ്പ് നമ്മൾ നടത്തിയ ചർച്ചയിൽ CPM മാത്രമേ ഉണ്ടാവും. അങ്ങനെയാണ് KT സംസാരിച്ചത്. അതുപോലെ നൗഷാദ് ഭായും സംസാരിക്കുന്നതിൽ കുറച്ച് അല്ല അങ്ങനെയല്ല ഈ ഒരു സാധനം കാണുന്നത്. പക്ഷെ ഇതിൽ ഈ സംഘടനാപരമായിട്ടും കൂടി ഇനിയിപ്പം ജയിച്ചു കഴിഞ്ഞാലും ഇനിയിപ്പം ഇന്ത്യ മുന്നണിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഭരണം സൃഷ്ടിക്കാൻ പറ്റിയാലും സംഘടന എന്നുള്ള രീതിയിൽ കോൺഗ്രസും CPM ദുർബലപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ കൺട്രിയിൽ നിലനിൽക്കുന്നുണ്ട്, നാഷണലിൽ നിലനിൽക്കുന്നുണ്ട്. അതും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട സംഗതിയാണ്. പിന്നെ ഈ BJPയുടെ സാധനത്തിൽ എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ക്രോണിക് ക്യാപിറ്റലിസവുമായിട്ട് ഇത്രയധികം സന്ധി ചെയ്യുന്ന രീതിയിൽ മോഡിയും അമിത്ഷായും അല്ലെങ്കിൽ ആ ഇപ്പോഴത്തെ BJP എന്ന് പറയുന്ന സംഘടന വളരെയധികം മുന്നോട്ട് പോകുമ്പം ശരിക്കും ഈ അഗ്രേറിയൻ പ്രശ്നങ്ങളോട് ഒരു കറക്റ്റായിട്ടൊരു ആൻറ്റി അഗ്രേറിയൻ നിലപാടെടുത്തിട്ട് RSSന് നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള സാധനം ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. കാരണം അവർ ആഗ്രഹിക്കുന്ന വിശാല ഹിന്ദുത്വത്തിലേക്ക് അല്ലെങ്കിൽ എല്ലാ ഹിന്ദുക്കളും കൂടിയുള്ള ഒരു സാധനം വരുമ്പോഴും അതിനകത്ത് കർഷകർ അഡ്രസ്സ് ചെയ്യപ്പെടാണ്ട് പോകുമ്പോൾ അത് RSSനെ തന്നെയാണ് ബാധിക്കുക. കാരണം നേരത്തെ RSS പറഞ്ഞുകൊണ്ടിരുന്ന ഒരുതരം ഭാരത് എന്നൊക്കെ പറയുന്ന സംഗതി തീരെ സ്വദേശി എന്ന് പറയുക, സ്വദേശി എന്നുള്ള അല്ല, RSSന്റെ സ്വദേശി ഉണ്ടല്ലോ, ആ സാധനത്തിനൊക്കെ ഒരു വളരെയധികം എന്താ പറയുക, അതിനൊക്കെ ആൻറ്റി ആയിട്ടുള്ള ഒരു നിലപാടെടുത്താണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രൈസിസ് ഇതിനകത്ത് സംഘപരിവാറിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം വിചാരിക്കാം. എന്ന് വിചാരിച്ചിട്ട് BJPനെ തോൽപ്പിക്കാനുള്ള പരിശ്രമമൊന്നും RSS എന്നുള്ള വലിയൊരു ഓർഗനൈസേഷൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ പോലും അതിനകത്തൊരു നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഈ സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്യുന്നതിനകത്ത് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ നേരത്തെ പിന്നെ പ്രമോദ് പറഞ്ഞതിനകത്തും. കാരണം ഈ ആദ്യത്തെ NDA സർക്കാരിൻ്റെ അധികാരം എന്ന് പറയുന്നതിൽ കോൺഗ്രസ് വലിയ പ്രതി തന്നെയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും അങ്ങേപ്പുറത്ത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളിൽ, അഴിമതി വിരുദ്ധ സമരങ്ങളിലൊക്കെ അവർ കുട്ടികളെ പോലും പങ്കെടുപ്പിച്ചു എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് അവർ സംഘടന എന്നുള്ള രീതിയിൽ ബിൽഡപ്പ് ചെയ്യുന്നതിൻ്റെ പ്രതീകങ്ങളാണ് അതൊക്കെ. അതിപ്പം ഈ ഇലക്ഷനിൽ അത് കുറച്ച് വീക്കായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാരണം RSSന്റെ ഒരു സജീവ ഇടപെടലില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പലതരത്തിലും നമുക്ക് പല പിന്നെ സംഭാഷണങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, എന്താ പ്രമോദ് പറഞ്ഞു? അല്ല, RSS വാസ്തവത്തിൽ ഇപ്പോൾ നമ്മളതിൻ്റെ ചരിത്രം നോക്കിയാൽ തന്നെ ആദ്യം ഈ സജീവമായ രാഷ്ട്രീയാധികാരം, നേരിട്ട് രാഷ്ട്രീയാധികാരം കൈയാളുന്നതിന് RSSൻ്റെ തുടക്കകാലത്ത് അവർ വിമുഖരായിരുന്നു. കിട്ടില്ലെന്നല്ല, അത്തരം വരും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇറാനിലെ ഖമേനിയൊക്കെ ചെയ്യുന്ന പോലെ ഒരു മതപണ്ഡിത സഭ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഒരു രാജഗുരു എന്നുള്ളൊരു പൊസിഷനാണ് RSSൻ്റെ ചരിത്രത്തിൽ അത് ആദ്യം എടുക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അന്നാണ് വെച്ചാൽ നേരിട്ട് രാഷ്ട്രീയ അധികാരത്തിനുള്ള സാധ്യത വളരെ കുറവായിരുന്നത് കൊണ്ട് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് അങ്ങനെ ഒരു സാധനം എടുത്തുകൂടിയായിരിക്കാം. ഇപ്പോൾ
ഇപ്പോഴുള്ള അതിൻ്റെ ഭാഗമായിട്ട് അവർ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം ചെയ്ത ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തിൽ RSSൻ്റെ ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ഒരു സാമൂഹ്യ ശരീരമായി ഇന്ത്യയെ മാറ്റുക എന്നുള്ള പണിയാണ് അവർ ഒരു 3/4 നൂറ്റാണ്ട് കാലം വളരെ കൃത്യമായിട്ട് ചെയ്തത്. അത് ഫലിക്കുകയും ചെയ്തു. അതിൻ്റെ ബെനിഫിറ്റാണ് റീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ BJP എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ അധികാര സംഘടനാ രൂപം അതിൻ്റെ ഗുണഫലമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണഫലം കൈയാളുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അതുണ്ടാക്കിയെടുത്ത ഒരാളല്ല നരേന്ദ്രമോദി, അതിൻ്റെ സ്ട്രാറ്റജി എടുത്ത ഒരാളാണ് നരേന്ദ്രമോദി. പക്ഷെ അപ്പോഴും നമ്മൾ കാണുന്നത് RSSും മോദിയും തമ്മിൽ വാസ്തവത്തിൽ ഇതിന് മുമ്പ് വാജ്പേയി ഉണ്ടായിരുന്ന കാലത്തിനേക്കാൾ സിങ്ക്രണൈസ് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. നമ്മൾ ഞാൻ ആ പ്രശ്നത്തിലേക്ക് വരാം. അതായത് നമ്മൾ നരേന്ദ്രമോദിയുടെ പ്രവർത്തനവും മോദി സർക്കാരിൻ്റെ ഒരു പരിധിവരെയും മോദി അടങ്ങുന്ന സംഘത്തിൻ്റെയും മോദി എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് RSSൻ്റെ അജണ്ട മാത്രമാണ് മോദി പറയുക. മോദി അതിനപ്പുറം ഈ വികസനം എന്ന് പറയുന്ന ഒരു സാധനത്തെയും അത് ഉണ്ടല്ലോ, ഓഫ് കോഴ്സ് ഒരു രാഷ്ട്രീയ സർക്കാർ അധികാര രൂപം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പോ രാഷ്ട്രീയ ശത്രുക്കളെ നേരിടേണ്ട ഘട്ടവും വന്നു കഴിഞ്ഞാൽ മോദി സംസാരിക്കുക BJPയിൽ കുറേ കാലം പ്രവർത്തിച്ച് ഈ കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയത്തിൽ നിന്ന ഒരാളെ പോലെയല്ല, കള്ളഞ്ഞ RSSകാരനായിട്ട് മോദി സംസാരിക്കുക. ഇപ്പോഴും മോദി പോയത് പഴയ ടെക്സ്റ്റ് ബുക്കിലേക്കാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ മോദി ഉടനെ തന്നെ എടുത്തത് പഴയ ടെക്സ്റ്റ് ബുക്കാണ്. മുസ്ലിം വിരോധം, പാകിസ്ഥാനിൽ നിന്നാണ് നമുക്കെതിരെ ഇത് വരുന്നത്. ഇത് അയാൾ ആദ്യം ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഭോപ്പാലിൽ അന്ന് മോദിക്ക് ഇത്ര ഈ സെക്യൂരിറ്റിയുടെ ആർഭാടമൊന്നുമില്ലല്ലോ, ഇത്ര അധികമില്ല. അത് മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയ സമയമാണ്. ഭോപ്പാലിൽ അയാൾ പ്രസംഗിക്കുമ്പോൾ ഏതാണ്ട് ഇത്ര ദൂരത്തൊക്കെ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. വളരെ ഇത് മോദി പ്രസംഗിക്കുന്നത് ഗുജറാത്തിലെ ഓരോ വീടുകളിൽ നിന്നും തെരുവുകളിൽ നിന്നും ഞങ്ങൾ ഭീകരവാദികളെ പുറത്ത് ഇറക്കി പുകച്ചു ചാടിച്ചു, മുസ്ലിങ്ങളെ ഉദ്ദേശിക്കുന്നത്. ഭോപ്പാലിൽ ഈദ്ഗായിൽ നിന്നിട്ട് അയാൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ ആ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നത്. പുറത്ത് ചാടിച്ചു. മധ്യപ്രദേശിൽ ഞങ്ങൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ ഭോപ്പാലിലെയും മധ്യപ്രദേശിലെയും ഓരോ തെരുവുകളിൽ നിന്നും എലികളെ പുകച്ച് പുറത്തിയടിക്കുന്ന പോലെ ഞങ്ങൾ ഭീകരവാദികളെ പുറത്തിയടിക്കും എന്നാണ് അയാൾ പറഞ്ഞത്. അന്ന് തൊട്ടേ മോദി ഉപയോഗിക്കുന്ന കൃത്യമായി അതാണ് ഇന്നും ഉപയോഗിക്കുന്നത്. അപ്പോൾ മോദി സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ശ്രമിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു സർക്കാർ എന്നതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ അവർ വെക്കാൻ ശ്രമിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കാശ്മീരിൻ്റെ പ്രത്യേക പദവി 370 അബ്രോഗേറ്റ് ചെയ്തു. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ ഉള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മുത്തലാഖിന് ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയിരിക്കുന്നു. രാമക്ഷേത്രം നിർമ്മിക്കുന്നു. കാശിക്ക് വേണ്ടി ഇതാ പുതിയ സമരം, അത് അടിയിൽ കൂടെ പറയുന്നു. ഇത് RSSൻ്റെയും സംഘപരിവാറിൻ്റെയും അജണ്ടയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോദി വാസ്തവത്തിൽ RSSൻ്റെ അജണ്ട മാത്രമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിക്കാറ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലാണ് അയാൾ ക്രോണി ക്യാപിറ്റലിസ്റ്റുകളുടെ അജണ്ടയിലേക്ക് പോകുന്നത്. RSS കൊടുക്കുന്നത് ഇനിയിപ്പോൾ അത് നടപ്പാക്കിയുള്ളൂ. അത് ഓഫ് കോഴ്സ് ഫാഷിസ്റ്റുകൾ എല്ലാ കാലത്തും ചെയ്യുന്ന കോർപ്പറേറ്റുകളില്ലാതെ അല്ലല്ലോ അവർ. അതുകൂടിയാണല്ലോ മൂലധന ഭീകരതയുടെ രൂപം കൂടിയാണ് ഈ സാധനം. പക്ഷേ ഇതിലൊരു പ്രശ്നം RSS നേരിടുന്നു എന്ന് RSSൻ്റെ ചരിത്രവും RSSൻ്റെ പ്രവർത്തന സംഘപരിവാറിൻ്റെ ഈ അംബ്രല ഇത് ഓർഗനൈസേഷണൽ സെറ്റപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് RSS നേരിട്ട് ചെയ്യുന്ന പല പരിപാടികളും RSS ഇടപെട്ടിരുന്ന പല പരിപാടികളും ഇപ്പോൾ ഈ അമിത്ഷാ മോദി ദ്വന്ദ്ം വളരെ കൃത്യമായി അതുകൂടി കൈയടക്കിയിട്ടുണ്ട്. BJPക്കുള്ളിലെ പല ഓർഗനൈസേഷനിൽ ഇതും ഇവർക്കപ്പുറം ഒന്നുമില്ലാത്ത ഒന്നുണ്ട്. ഇത് അദ്വാനി വാജ്പേയി കാലത്ത് പോലും അതങ്ങനെ നടന്നിരുന്നില്ല. അന്ന് വേറൊരു വലിയ ലീഡർഷിപ്പ് കൂടി അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അതിൽ പിന്നാക്കം നിൽക്കാനോ അവർ ശ്രമിക്കില്ല. കാരണം അവരുടെ ലക്ഷ്യം ഇതാണ്, ഈ രാഷ്ട്രീയ അധികാരം ഈ നിലനിർത്തുകയാണ്. മോദി ഇന്നല്ലെങ്കിൽ നാളെ പോവും. മോദി മാറുന്നതിനുള്ളൊരു പ്ലാനും RSSനുണ്ട്. അത് നടപ്പാകുന്നതിൽ എത്രത്തോളം തടസ്സം ഉണ്ടാകും എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ ഒന്ന് സംഭവിക്കുന്നത്, RSS എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് മണ്ഡലം കമ്മിറ്റി വിളിച്ചിട്ടല്ല. അത് എല്ലാ കാലത്തും ഓരോ ഗ്രാമത്തിലും ഉത്തരാഞ്ചലിൽ ഉത്തർപ്രദേശിലെയും അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ ആദിവാസി പ്രദേശങ്ങളിലൊക്കെ RSS എന്താ ചെയ്തിരുന്നത്? ഈ രാമകഥ പാടുന്നതിന് ആളുകളെ വിടുകയായിരുന്നു. ഒരാൾത്തിറയിലൊക്കെ ഇരുന്നിട്ട് ഇവർ രാമകഥ പാടുന്നു. വളരെ നിഷ്കളങ്കമായ ഒരു പരിപാടിയാണ്. അന്ന് വരെ രാമനാരാണ് സീതയാരാണ് എന്നുള്ള മട്ടിൽ കേൾക്കാത്ത ആദിവാസികളുടെ ഇടയിൽ വർഷങ്ങളോളം എടുത്ത് ഈ മിത്തുകളെ, ഇന്ത്യയിലെ ഈ ഹിന്ദു പുരാണങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള പരിപാടി ഒരാളൊരു കടകട വീണയും മീട്ടി പോയിട്ട് പാടുകയാണ്.
ഇതുപോലെ തന്നെ സ്കൂളുകൾ ഉണ്ടാക്കുന്നു, പ്രവർത്തിക്കുന്നു, ജാതീയമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിലൊന്നും BJPക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി അവർ പറയുന്നില്ല. ഇതിൻ്റെ ബാക്കിയായാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ അവർ പ്രവർത്തിക്കുന്നത്. കൃത്യമായിട്ട് ഓരോ റെസിഡൻഷ്യൽ കോളനികളിലും RSSൻ്റെ ആളുകൾ വരികയും കൃത്യമായിട്ട് അതിലുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഓരോ വീട്ടിലും പോവുകയും സംസാരിക്കുകയും ഒക്കെ. ഈ പരിപാടി വളരെ കൃത്യമായിട്ട് 14-ലും 19-ലും അവർ നടത്തിയിട്ടുണ്ട്. അത് ഇത്തവണ നടക്കുന്നുണ്ട്, നടക്കാനില്ല, വടക്കേ ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രശ്നം RSSനോട്, അത്തരം പ്രചാരണങ്ങളോട് ആളുകൾ വേണ്ടത്ര പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ പ്രസാദം കൊണ്ടുവന്ന മാതിരിയല്ല ഇലക്ഷൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ RSSകാരൻ ചെല്ലുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത്. ആ ആൾക്കാർ ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പദം പോലെ ഈ ബേറോസ്ഗാരി എന്ന് പറയുന്നൊരു സാധനം, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു സാധനം ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു. ജോലി വേണ്ടേ എന്ന്. ഇന്ത്യയിലെ കഴിഞ്ഞ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കുകളിലാണ് ഇന്ത്യ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ അദാനി അംബാനി ഈ പറഞ്ഞ പോലെ 2 പേർ വിൽക്കുകയും 2 പേർ വാങ്ങുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞല്ലോ. ഇത് ആളുകളിൽ വലിയ ഒരു ചലനമുണ്ടാക്കിയിട്ടുണ്ട്. വികസനം എന്ന് പറയുന്നത് നമ്മൾ തൊട്ടറിയാത്ത എന്തോ ആണ്, എന്നാൽ അതൊക്കെ വികസനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പരിപാടി ആളുകളിൽ ചലനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരു പക്ഷേ, ഞാൻ ഉറപ്പൊന്നും പറയില്ല, പക്ഷേ ഒരു പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഇത് ചിലപ്പോൾ കൂടുതൽ ചലനം ഉണ്ടാക്കും. കാരണം ആ ഡിഫറൻസ് ഭയങ്കര സ്റ്റാർക്ക് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം എന്താ, കേരളത്തിൽ ലുലുമാളാണ് വികസനം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സന്തോഷമാണ്. കാരണം നമുക്കും പോവാം ലുലുമാളിൽ നിന്നാണ്, എന്നിട്ട് ആ വികസനത്തിൻ്റെ കാഴ്ച കാണാം. കേട്ടി പറഞ്ഞത് ശരിയാണ്. ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് നരേന്ദ്രമോദി. കോൺഗ്രസിനെ ഇന്ത്യൻ ബൂർഷ്വാസി മാറ്റിവെച്ചു. കോൺഗ്രസ്സിന് അവരുടെ വർഗ്ഗ താല്പര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുകിടക്കാൻ പറ്റാത്തൊരു ഘട്ടം വന്നു. അത് കോൺഗ്രസിൻ്റെ ദൗർബല്യം കൊണ്ട് മാത്രമല്ല, ഇന്ത്യയിൽ ബൂർഷ്വാസിയുടെ വർഗ്ഗ താല്പര്യവും അവരുടെ വർഗ്ഗ താല്പര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെതിരെ ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്ന പലതരത്തിലുള്ള എതിർപ്പുകളും അസംതൃപ്തികളും കോൺഗ്രസിനെ ദുർബലമാക്കി. അപ്പോൾ മറ്റൊരു തരത്തിലുള്ള ഈ സങ്കുചിത ദേശീയതയുടെയും ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെയും വാചകമടിയിലൂടെ ജനങ്ങളെ പിടിച്ചു നിർത്തുന്ന മറ്റൊരു ശക്തമായ രാഷ്ട്രീയ കക്ഷി വന്നു. സ്വാഭാവികമായും അവരുടെ ഒരു സർവാധികാരിയെ അവർ ഇതാക്കി. അങ്ങനെയാണ് മോദി ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും ഹീനമായ, ഏറ്റവും നഗ്നമായ കൊള്ളയുടെ നാളുകളിലൂടെ ഇന്ത്യ കടന്നുപോയത്. അപ്പോൾ KT അംഗീകരിക്കുമെന്ന് അറിയില്ല. കേരളത്തിലെ മുതലാളിമാർക്ക് അതുകൊണ്ടാണ് CEO എന്ന് മോദിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പിണറായി വിജയനെ നമ്മൾ ക്യാപ്റ്റൻ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? സഖാവിൽ നിന്നും ക്യാപ്റ്റനിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വർഗരാഷ്ട്രീയ വളരെ വ്യത്യസ്തമായ 2 ചരിത്രസന്ധികളിലൂടെ വന്ന ഞാൻ പറയട്ടെ, ഒന്ന് പ്രളയമാണ്. അല്ല, KT പറയുമ്പോൾ ഞാനത് കേട്ടിരുന്നത്, KT ആ അലങ്കാരങ്ങൾ മുഴുമിപ്പിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ്. ഞാനിപ്പോൾ വിജയനിലേക്ക് ആ ചർച്ച കൊണ്ടുപോകുന്നില്ല, അയാളല്ല നമ്മുടെ ചർച്ചാ വിഷയം. പക്ഷേ അയാൾ ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ചർച്ചാ വിഷയമാകുന്ന ഒരു പ്രതീകമായതുകൊണ്ടാണ്. പേഴ്സണലി അല്ല ഞാൻ പറഞ്ഞത്. ഒരു യുക്തി അല്ല, ആയിക്കോട്ടെ, ഒരു യുക്തി ഒരു തരംഗരാജിയാണ്, ഒരു സ്പെക്ട്രമാണ്. ആ യുക്തി ഒരറ്റത്ത് മാത്രമായിട്ട് നിൽക്കുന്നില്ല. ആ യുക്തി ഒരു തരംഗരാജിയുടെ 2 വശത്തേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ യുക്തിയെ തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിച്ചു വേണം. അപ്പം ഞാൻ പറഞ്ഞത് പക്ഷേ ഇന്ത്യൻ ബൂർഷ്വാസി മോദിയെ കൈവിട്ടിട്ടില്ല, RSSും കൈവിട്ടിട്ടില്ല, ഇപ്പോഴും അവർ തന്നെ. പക്ഷേ ജനങ്ങൾക്ക് ഈ വ്യത്യാസം മനസ്സിലാകുന്നു. അതായത് ഇന്ത്യ മുഴുവൻ പട്ടിണി എടുക്കുമ്പോൾ അദാനി ലോകത്തെ ഏറ്റവും 3ാമത്തെയോ 4ാമത്തെയോ വലിയ ധനികനാവുന്നതിൻ്റെ വ്യത്യാസം ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം ഒരുപക്ഷെ ഇന്ത്യ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്, ചെറിയ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത്, നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ തന്നെ നമ്മളതിൻ്റെ പല ഭാഗങ്ങളെയും സ്പർശിച്ചു എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വര ജനാധിപത്യ സംവിധാനം നേരിടുന്ന പ്രതിസന്ധിയുടെ ചരിത്രപരമായ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. 19 നമ്മൾ ഇത് തന്നെ പറഞ്ഞിരുന്നു. ആ പ്രതിസന്ധി ഒന്നും കൂടി രൂക്ഷമായി. 29-ലെത്തുമ്പോൾ ഇത്രയും പറയേണ്ട കാര്യം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണല്ലോ. ഇപ്പോൾ അമിത്ഷാ കഴിഞ്ഞ പ്രസംഗത്തിലടക്കം പറഞ്ഞു 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളത് ഞങ്ങൾ നടപ്പാക്കും എന്ന്. ഈ ഘട്ടത്തിൽ പോലും അയാൾ പറഞ്ഞു. അത് ചർച്ചയായില്ല എന്നേ ഉള്ളൂ. ഈ പറഞ്ഞ ഇന്ത്യ നേരിടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് കൂടുതൽ BJP നേരിടുന്ന വെല്ലുവിളിയെ മൂർച്ഛിപ്പിച്ച ഘടകങ്ങൾ ഞാൻ കാണുന്നത് ഒന്ന് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതുവരെ ഇപ്പോൾ നേരത്തെയൊക്കെ ഇപ്പോൾ നൗഷാദ് അലിയും KT ഒക്കെ ഇവിടെ പറഞ്ഞ പോലെ ഒരു മുന്നണി രാഷ്ട്രീയത്തെ കോൺഗ്രസ് ദേശീയ തലത്തിൽ അധികാരത്തിന് മുമ്പ്, ഇപ്പോൾ മറ്റു UPA എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് പോൾ അലയൻസ് എന്നുള്ള രീതിയിലാണ് അധികവും സംഭവിച്ചത്. അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു മുന്നണി രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസ് തന്നെ ഗൗരവമായി നേരിടുന്ന ഒരുപക്ഷെ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരിക്കാം ഇത്. കോൺഗ്രസ് അത് ഗൗരവമായിട്ട്
അതിനെ നേരിടാൻ തീരുമാനിച്ചത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും നേരിട്ട വമ്പൻ, ഛത്തീസ്ഗഡിലും നേരിട്ട വമ്പൻ പരാജയത്തിൻ്റെ പിന്നിലാണ്. അതുവരെ അവർ അതിൽ ജയിക്കുകയാണെങ്കിൽ വീണ്ടും മറ്റേ വഴിക്ക് തന്നെ പോകാമെന്നൊക്കെ അവർ ആലോചിച്ചു. അപ്പോൾ എങ്കിൽ പോലും അതിനുശേഷം വളരെ കൃത്യമായി ഒരു മുന്നണി രാഷ്ട്രീയം, അവർ മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിൽ എങ്ങനെയാണൊരു മുന്നണിയെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കേണ്ടത് ഒരു ചരിത്ര പ്രതിസന്ധിയിൽ എന്ന് തിരിച്ചറിഞ്ഞ ഒരു ബൂർഷ്വാ രാഷ്ട്രീയക്കാരനാണ് സ്റ്റാലിൻ. അവസരവാദവും അഴിമതിയും മറ്റുമൊക്കെ ഉള്ളൊരു പാർട്ടിയാണ് DMK. BJPയുടെ കയ്യാളുകളായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഈ ഘട്ടത്തിൽ അവർ തിരിച്ചറിഞ്ഞൊരു പാർട്ടിയാണ്. സമാജ്വാദി പാർട്ടി 17 സീറ്റാണ് കോൺഗ്രസിന് കൊടുത്തത്. പോസ്റ്റ് ഒട്ടിക്കാൻ പല മണ്ഡലത്തിലും സമാജ്വാദിക്കാർ മാത്രമേ ഉള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ 17 സീറ്റ് അവർ കൊടുത്തു. കോൺഗ്രസ് പ്രതീക്ഷിച്ചിട്ടില്ല. 10 സീറ്റ് കിട്ടിയപ്പോൾ ഒരു 4 കൂടിയൊക്കെ കിട്ടുമായിരിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് 7 സീറ്റും കൂടി അവർക്ക് കിട്ടിയത് അവിടെ. ഇതേപോലെ തന്നെ ഇത്തരം വിട്ടുവീഴ്ചകൾ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തയ്യാറായില്ല. പക്ഷേ ഇപ്രാവശ്യം ഈ മുന്നണി രാഷ്ട്രീയം ഇത് അവിടെ മാത്രമല്ല, ബംഗാളിൽ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലായിടത്തും ഇത് നടന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേ മുന്നണി രാഷ്ട്രീയം തങ്ങൾക്ക് വേണ്ടിവരും വീണ്ടും എന്ന് BJP തിരിച്ചറിയുകയും വളരെ അങ്കലാപ്പോടുകൂടി അവർ സഖ്യകക്ഷികൾക്ക് വേണ്ടി പരതാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ജഗനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. TDP ആ കുറച്ച് സീറ്റാണ് കൊടുത്തത്, 10 സീറ്റോ മറ്റാണ് നിയമസഭയിലേക്ക് കൊടുത്തത്. ലോക്സഭയിലേക്ക് അവർക്ക് കുറച്ചും കൂടിയും ആനുപാതികമായി നോക്കിയാൽ കുറച്ച് സീറ്റ് കൊടുത്തു. BJD, ബിജു ജനതാദൾ ഇവരുമായിട്ട് സഖ്യത്തിന് തയ്യാറായിരുന്നു. നമ്മളെപ്പോലൊക്കെ തന്നെ നമ്മളെക്കാൾ കൂടുതൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥയുടെ കാറ്റ് തിരിച്ചറിയുന്ന പക്ഷികളാണ് എന്നുള്ളതുകൊണ്ട് നവീൻ പട്നായിക്ക് പറഞ്ഞു ഇലക്ഷന് ശേഷം നമുക്കത് ആലോചിക്കാമെന്ന് പറഞ്ഞ് ചർച്ചയുടെ ഇടയ്ക്ക് വെച്ച് അയാൾ പിൻവാങ്ങിയത് ഉത്തരേന്ത്യയിൽ വളരെ കൃത്യമായി BJPക്ക് ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേന്ദ്രാധികാരത്തിൽ നിലനിൽക്കുന്നതിന് ആവശ്യമായ സീറ്റ് മുഴുവനായിട്ട് ഉത്തരേന്ത്യ കൊടുക്കാതെ വരുമ്പോൾ BJDയുടെയൊക്കെ സഹായം വേണ്ടിവരും എന്നുള്ളതുകൊണ്ടും ബാർഗെയിനിങ് പവർ കൂടുമെന്നുള്ളതും കൊണ്ടാണ് അവരത് പിൻവാങ്ങിയത്. അതുകൊണ്ട് മുന്നണി രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമാകേണ്ടത്. മറ്റൊന്ന് ജാതിയാണ്. ഇപ്പോൾ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ ജാതി സെൻസസ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസിനോ RJD പോലുള്ള പാർട്ടികൾക്കോ കഴിഞ്ഞില്ല. പക്ഷേ വളരെ സട്ടിലായിട്ട് ജാതിയും ജാതിയിലെ ജാതി വിഭജനങ്ങളും അതിലെ വിഭാഗീയതകളും ജാതി സ്വത്വങ്ങളും വടക്കേ ഇന്ത്യയിൽ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് 2019 പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷനുകളിലും 2019 തെരഞ്ഞെടുപ്പിലും BJP വളരെ സമർത്ഥമായി മാനിപ്പുലേറ്റ് ചെയ്ത ഒന്നാണ് ഈ ജാതി രാഷ്ട്രീയം. ഈ സമഗ്ര ഹിന്ദുത്വ എന്ന് പറഞ്ഞ ഒരു സാധനം BJP അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ പ്രവർത്തിപ്പിച്ചു. ഓരോ ചെറുജാതികളെയും ഈ ഹിന്ദുത്വ അംബ്രലയുടെ കീഴിൽ കൊണ്ടുവരുന്നതിൽ BJP സാമാന്യം വിജയം കണ്ടു. പക്ഷേ അതിപ്പോൾ വീണ്ടും അത് പിന്നാക്കം പോവുകയാണ്. ഇതിൻ്റെ പ്രതിഫലനങ്ങളിൽ ഒന്നാണ് നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ കണ്ട മറാഠ റിസർവേഷന് വേണ്ടിയിട്ടുള്ള സമരത്തെ ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായിട്ട് നടന്നില്ല. അത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും വീണ്ടും അവർ പ്രതിപക്ഷത്തേക്ക് പോകുന്ന BJP വിരുദ്ധതയിലേക്ക് പോകുന്ന ഒരു ഇതുണ്ട്. ഇത് ജാതിയാണ്. മറ്റൊന്ന് ഫെഡറലിസമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി BJPക്കെതിരായിട്ടുള്ള ഒരു മുന്നണിയെയും ഒരു രാഷ്ട്രീയത്തെയും ഉയർത്തിപ്പിടിക്കുന്നതിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായി ഇത്തവണ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഫെഡറലിസത്തിന് നേരെ. സ്വതേ ദുർബലമാണ് ഇന്ത്യൻ ഫെഡറലിസം, എങ്കിലും ദുർബലമായ ആ ഫെഡറലിസത്തെയെങ്കിലും കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരങ്ങൾ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത്. അത് കേരളമാകട്ടെ വളരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും നടന്നത്. കേരളം, ബംഗാൾ, തമിഴ്നാട്, ദക്ഷിണേന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും, കർണാടകം, ഇപ്പോൾ ഈ ജഗൻ റെഡ്ഡിയുടെ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും വളരെ തീവ്രമായ ചെറുത്തുനിൽപ്പാണ് നടത്തിയത്. ബംഗാളും അതുപോലെ തന്നെയാണ് നടത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില മറ്റ് വിഭാഗീയതകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലും BJP ഈ സമഗ്ര ഹിന്ദുത്വയുടെയും ഹിന്ദുത്വ ഫാഷിസ്റ്റിൻ്റെ ഒരു പൊതു ഐഡിയോളജിയുടെയും കീഴിൽ ഇന്ത്യയെ ഒട്ടാകെ അതിൻ്റെ ബഹുസ്വരതയെ തകർക്കുന്നു എന്നുള്ള ഒരു ആകുലത അത് മഹാരാഷ്ട്രയിൽ പോലും ഉണ്ട്. മഹാരാഷ്ട്രയിൽ വളരെ കൃത്യമായിട്ട് അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ടുണ്ട്. മഹാരാഷ്ട്ര ഈ ഹിന്ദുത്വയുടെ ഒരു ആലയം, ഒരു കേന്ദ്രമാണ് എങ്കിൽ പോലും മറ്റൊരു തരത്തിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിനെതിരാണ് അവർ. ഉത്തരേന്ത്യയുടെ ആധിപത്യത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ഘടകം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് മുന്നണി, ജാതി, ഫെഡറലിസം. നാലാമത്തെ പ്രശ്നം നമ്മൾ ഈ പറയുന്ന സ്വതവേ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ ദുർബലമായ എന്നാൽ ചർച്ച ചെയ്യേണ്ട നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇക്കോണമിയെ ആധാരമാക്കിയുള്ള രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെയും അതിലെ സാമ്പത്തിക ഘടകങ്ങളെയും തൊഴിലില്ലായ്മ പോലെ ക്രോണിക് ക്യാപിറ്റലിസം പോലുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ വളരെ ദുർബലമായെങ്കിലും ആളുകൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അയോധ്യയിൽ പോയി വന്നാൽ പിന്നെ എന്ത് ചെയ്യണം, ജോലിയില്ലല്ലോ എന്ന് കരുതുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. ഈ
നഗരകേന്ദ്രങ്ങളിൽ ഇപ്പോൾ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ BJP പ്രാവശ്യം നേടും. ഒന്ന്, സാമ്പത്തികമായി ഒരു റൂറൽ ഡിസ്ട്രസ് നമ്മുടെ ഇക്കോണമിയിലുണ്ട്. ഈ റൂറൽ ഡിസ്ട്രസ് വരുമ്പോഴാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് സേവിങ്സിൻ്റെ കണക്ക് ഏറ്റവും പിന്നാക്കം പോയൊരു കാലമാണിത്. ഹൗസ് ഹോൾഡ് സേവിങ്സിൻ്റെ ആളുകളുടെ സമ്പാദ്യം ഇത് റൂറൽ ഡിസ്ട്രസിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ നഗരങ്ങളിൽ ഈ മൈഗ്രൻ്റ് ലേബറേഴ്സിൻ്റെ വലിയ കേന്ദ്രങ്ങളാണല്ലോ ഇന്ത്യയിലെ നഗരങ്ങളെല്ലാം. ഈ ഗ്രാമങ്ങളിൽ കൃഷിയില്ലാതിരിക്കുന്ന സമയത്ത് അവർ നഗരങ്ങളിലേക്ക് വരുന്നു. അവിടെ കൈവണ്ടി വലിക്കുന്നവരുമായിട്ടും റോഡ് പണിക്കാരായിട്ടും കരാർ തൊഴിലാളികളുമായിട്ടും ഒക്കെ പണിയെടുക്കുന്നു. കൃഷിയുടെ കാലത്ത് മടങ്ങിപ്പോകുന്നു. മടങ്ങിപ്പോകാൻ വേണ്ടത്ര കൃഷിയില്ലാതിരിക്കുകയും നഗരങ്ങളിൽ തൊഴിലില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതിഭയങ്കരമായ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഈ ജനത നേരിടുന്നുണ്ട്. അത് തീർത്തും പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ കൂടി അതിനെ മൂർച്ഛിപ്പിച്ച ഘടകങ്ങളാണ് ഈ നോട്ട് നിരോധനം പോലെയും അതിനുശേഷമുള്ള കോവിഡിൻ്റെ ഇതൊക്കെ പോലെയും. അപ്പോൾ ഈ ഒരു ഈ 4 ഘടകങ്ങൾ ഏറിയും കുറഞ്ഞും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെ ജനങ്ങളിലേക്ക് പ്രതിപക്ഷത്തിന് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ നേരത്തെ തേജസ്വി യാദവ് ഇപ്പോൾ ആർ ജെ ഡി തൊഴിലില്ലായ്മയാണ് അവിടെ ചർച്ച ചെയ്യുന്നൊരു വലിയ പ്രശ്നം. തങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ 17 ലക്ഷം ജോലി കൊടുത്തു എന്നാണ് അവരുടെ അപ്പോൾ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാകുന്നു. അതുപോലെ തന്നെ യുവാക്കളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഒരു പ്രശ്നമാകുന്നു. അതുപോലെ തന്നെ നേരത്തെ കമൽറാം ഇവിടെ സൂചിപ്പിച്ച പോലെ ഭരണഘടനയെ ഇപ്പോൾ അംബേദ്കർ നേതൃത്വം നൽകി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയെ 400 സീറ്റ് വാങ്ങി BJP മാറ്റാൻ പോകുന്നു എന്നുള്ളത് മഹാരാഷ്ട്രയിലൊക്കെ വലിയൊരു ചർച്ചാ വിഷയമാകുന്നു. സംവിധാൻ അട്ടിമറിക്കാൻ പോകുന്നു എന്നുള്ളൊരു ചർച്ചാ വിഷയമാകുന്നു. ഇത്തരത്തിൽ BJPയുടെ ആഖ്യാനത്തിൽ നിന്ന് മാറി ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 ഘടകങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ടല്ലോ. മുന്നണി ഇപ്പോൾ കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റുകളുടെയും ഒപ്പം ജനസംഘം ചേർന്നിട്ടുണ്ട്, ഇടതുപക്ഷം ചേർന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മുന്നണി പല രൂപത്തിലും ഉണ്ടായെങ്കിലും വളരെ കോൺക്രീറ്റ് ആയിട്ട് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു മുന്നണി ഒരു തെരഞ്ഞെടുപ്പിനെ ഇത്തരത്തിൽ നേരിടുന്നത് ഇതാണ്. ഈ 4 ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തും എന്ന് ഞാൻ കരുതുന്നു. നൗഷാദ് അലി, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജാതി സമവാക്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും നിർണ്ണയിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ബാക്ക് ടു ടെക്സ്റ്റ് എന്ന് പറയുന്നത് പോകുന്നത് RSSൻ്റെ കൃത്യമായ ഹിന്ദുത്വ സവർണ രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് പോവുക. അത് വിട്ടിട്ടുള്ളൊരു പ്രത്യയശാസ്ത്ര അജണ്ടയൊന്നും രൂപീകരിക്കാനായിട്ട് RSSനോ അത് നേതൃത്വം നൽകുന്ന BJPക്കോ സാധിക്കില്ല. പക്ഷേ OBC, ദളിത് പിന്നാക്ക വിഭാഗങ്ങളിലേക്കൊക്കെ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് നടത്തിയത് മുഴുവൻ വർഗീയമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആ ശ്രമങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായിട്ട് പരാജയപ്പെടുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇത്തവണ ഉയർന്നു വന്നിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ അതേസമയം തന്നെ കോൺഗ്രസും ഈ വിഷയത്തെ ആ രീതിയിലല്ല ഒരു കാലത്തും അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എന്നും ഇടത് പാർട്ടികളൊക്കെ ഇന്ത്യൻ ജാതി രാഷ്ട്രീയത്തെ ആ യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടല്ല വിലയിരുത്തുകയോ അഡ്രസ്സ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ കോൺഗ്രസ്സിന് അത് അഡ്രസ്സ് ചെയ്യേണ്ടി വന്നു, ജനകീയ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ. ഈ ജാതി സമവാക്യങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ രീതിയിലായിരിക്കും നിർണ്ണയിക്കാൻ പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ജാതി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുരോഗമനപരമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയ ഒരു നേതാവായിട്ട് ഞാൻ രാഹുൽ ഗാന്ധി അടയാളപ്പെടുത്തുന്നു. അദ്ദേഹം അതിന് കാണിച്ച ധീരതയിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അദ്ദേഹം പറഞ്ഞത് കിത്നി ആബാദി ഹേ ഉത്നി ഹക്ക് എന്നാണ് പറഞ്ഞത്. എത്രയാണോ നിങ്ങളുടെ ജനസംഖ്യ അതിനാനുപാതികമായിട്ട് അവകാശങ്ങൾ എന്നത് ആ ഒരു മേഖലയിൽ അധികം ഉയർന്നു കേൾക്കാത്ത ധീരമായൊരു പ്രഖ്യാപനമാണ്. അത് അദ്ദേഹം ആവർത്തിച്ച് പല വേദികളിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായ സഖ്യ സർക്കാരിൻ്റെ കാലത്ത് അത്തരത്തിലുള്ള ശ്രദ്ധേയമായ സെൻസസ് നീക്കമുണ്ടായി. അത് പ്രസിദ്ധീകരിക്കാൻ പാകത്തിൽ അവിടെ കൃത്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഒരു നീക്കങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം സംവരണത്തെക്കുറിച്ചും അതിൻ്റെ സ്ലാബ് അത് പുതുക്കി പണിയും 50% അത് ഒതുക്കേണ്ട കാര്യമില്ല, അതിനകത്ത് യോഗ്യരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതലാക്കുന്നതിൽ ഒരു വൈമുഖ്യം കാണിക്കേണ്ട കാര്യമില്ല എന്നൊരു സന്ദേശവും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഇന്ത്യ മുന്നണിയൊക്കെ രൂപപ്പെടുമ്പോൾ എത്തരത്തിൽ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പല ആളുകളും പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ്. ഏതായാലും പുരോഗമനപരമായ ചില ചിന്തകൾക്ക് രാഹുൽ ഗാന്ധി കോൺഗ്രസിനകത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ട് അത്തരമൊരാശയത്തിൻ്റെ പുറകിൽ ഫീൽഡ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കോൺഗ്രസിനകത്ത് എപ്പോഴും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലുണ്ട്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യകാലങ്ങളിലൊക്കെ വ്യത്യസ്ത വിഷയങ്ങളിൽ ഡിബേറ്റുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില വിഷയങ്ങൾ അടിസ്ഥാന വിഷയങ്ങളായി മാറുകയും എതിർപ്പുള്ളവർ പാർട്ടി വിട്ടു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം
സാഹചര്യങ്ങളൊക്കെ കോൺഗ്രസിനകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ അഭിരുചികളും അഭിപ്രായങ്ങളും ആ പാർട്ടിക്കുള്ളിലുണ്ട്. എന്നാലും രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു അഭിപ്രായം ഉയർത്തുമ്പോൾ അതിനൊരു പ്രാമാണികത്വം കൈവരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ഇടതുപക്ഷ സാന്നിധ്യത്തെയൊക്കെ സ്വാഗതാർഹമായും പുരോഗമനപരമായും കാണുന്ന ആളുകളാണ് പൊതുവെ കോൺഗ്രസ്സുകാർ. ഞാൻ അതിൻ്റെ ഭാഗമാക്കാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിനെ കൂടുതൽ സർഗാത്മകമാക്കും, സംവാദാത്മകമാക്കും എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടൊരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മാധ്യമപ്രവർത്തകരൊക്കെ പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് വിയോജിപ്പൊന്നുമില്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ വേണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ CPM-ഉം കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ലെങ്കിലാണ് ദോഷം. അവിടെ വേറൊരു പാർട്ടി അതിൻ്റെ ഗുണഭോക്താവായിട്ട് വരും. സോ അതാണ് പഞ്ചാബിൽ നടക്കുന്നത്. തൊട്ടടുത്ത ഹരിയാനയിലും ഡൽഹിയിലും സഖ്യത്തിലാവുമ്പോൾ പഞ്ചാബിൽ ആപ്പും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. കാരണം അവിടെ അതാണ് കൂടുതൽ ഗുണകരം രാഷ്ട്രീയമായിട്ട് എന്നുള്ളതുകൊണ്ടാണ്. CPM-നെയും CPI-യെയും ML-നെയും കേട്ടി പറഞ്ഞ ഇടത് കക്ഷികളെയൊക്കെ കോൺഗ്രസ് എത്രയോ സംസ്ഥാനങ്ങളിൽ ചേർത്ത് നിർത്തിയാണ്, അല്ലെങ്കിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. തമിഴ്നാട്ടിലുണ്ട്, ബീഹാറിലുണ്ട്, ബംഗാളിലുണ്ട്, ത്രിപുരയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഒക്കെ ഭാഗികമായിട്ടുണ്ട്. അത്തരത്തിലൊക്കെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ബംഗാളിനെ നിങ്ങളെടുക്കുക. ബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസിന് വച്ചു നീട്ടിയ സീറ്റുകൾ തന്നെ ആയിരിക്കാം ഈ സഖ്യത്തിൽ മത്സരിച്ചാലും കോൺഗ്രസ് നേടാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പോലും CPM എന്നൊരു പാർട്ടി സമ്പൂർണ്ണമായിട്ട് നിഷ്കാസിതമാകരുത് എന്നൊരു ചിന്തയിൽ നിന്ന് കൂടിയായിരിക്കാം CPM-ഉമായിട്ട് കോൺഗ്രസ് കൈകോർത്തത്. അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് തെളിയിക്കേണ്ടത്. പക്ഷേ അതുകൊണ്ട് CPM-നോടല്ല ഒരു പാർട്ടിയോടും, അങ്ങനെ BJP വിരുദ്ധതയുള്ള ഒരു പാർട്ടിയോടും നമുക്കങ്ങനെ ഒരു അയിത്തോ അല്ല തൊട്ടുകൂടായ്മയൊന്നുമില്ല. പക്ഷേ CPM-ഉം സോഷ്യലിസ്റ്റ് പാർട്ടികളും ആത്മവിചിന്തനം നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഓർത്തു പോകുന്നത്, ഇപ്പം ഈ ഗാന്ധി വധത്തിന് ശേഷം വലിയൊരു അസ്പൃശ്യത സംഘപരിവാരും RSS ഒക്കെ നേരിട്ടു. ഒരു 1950 മുതൽ 70 വരെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു അതിമാനുഷിക സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ടെമ്പർ, അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വപൗര പരിവേഷത്തിൻ്റെ മുമ്പിൽ സംഘപരിവാർ പാടെ നിഷ്പ്രഭരായിപ്പോയി. 1970 വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കടന്നുവരവിനോടുള്ള അന്ധമായ എതിർപ്പും വിരോധവും കാരണം സംഘപരിവാറിനെ മെല്ലെ മെല്ലെ സോഷ്യലിസ്റ്റുകളും ഇടതു പാർട്ടികളൊക്കെ കൂട്ടാൻ തുടങ്ങി. കാരണം സംഘപരിവാർ അപ്പോഴും ഇന്ത്യയിലെ വലിയ ശക്തിയാണ്. ഉത്തർപ്രദേശിലൊക്കെ അവർ ആ കാലത്തും 90 സീറ്റ് 100 സീറ്റൊക്കെ നിയമസഭയിൽ ജയിക്കുന്നുണ്ട്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലൊക്കെ അവർക്ക് വ്യക്തമായ സാന്നിധ്യമുണ്ട്. സംഘപരിവാർ ജനസംഘമൊന്നും അന്നൊന്നും മോശക്കാരൊന്നുമല്ല. 70 ശേഷം അവരുമായിട്ടുള്ള സഹകരണം വർദ്ധിച്ചു. അടിയന്തരാവസ്ഥയായപ്പോൾ ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ, കമ്മ്യൂണിസ്റ്റുകാരെക്കാളും സോഷ്യലിസ്റ്റുകളെക്കാളും അടിയന്തരാവസ്ഥക്കെതിരെ തീവ്രമായി തെരുവിൽ നിന്നത് ഒരു പക്ഷേ RSSകാരാണ് എന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം അതോടുകൂടി അവർക്കൊരു ജനാധിപത്യവാദികളുടെ പരിവേഷം വന്നു. അങ്ങനെ 77 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനസംഘവും പിന്നെ സോഷ്യലിസ്റ്റുകളും സംഘടനാ കോൺഗ്രസും ലയിച്ച് ജനതാ പാർട്ടിയായി. CPM-ന് പിന്തുണ കൊടുത്തു. അത് കഴിഞ്ഞ് 77 ജയിച്ചു വന്നപ്പോൾ ഈ ജനതാ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് ജനസംഘ പശ്ചാത്തലത്തിലുള്ളവരായിരുന്നു. എന്നാൽ പോലും അവർ അധികാരത്തിന് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു. സംഘടനാ കോൺഗ്രസ്സുകാരായ മൊറാർജിയെ പ്രധാനമന്ത്രിയാക്കി. അതോടുകൂടി അവർ വിട്ടുവീഴ്ചയുള്ള മുന്നണി മര്യാദയുള്ള ആളുകളുമായി. അങ്ങനെ അവർ കംപ്ലീറ്റിങ് വെളുപ്പിച്ചെടുക്കുകയാണ്. അവർ ജനാധിപത്യവാദികളായി, വിട്ടുവീഴ്ചയുള്ളവരായി, തൊട്ടുകൂടായ്മ മാറി. അങ്ങനെ 80 RSSൻ്റെ അംഗത്വം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ജനതാ പാർട്ടി തീരുമാനം വന്നപ്പോൾ അവർ പുറത്തുപോയി BJP ഉണ്ടാക്കി. 84 അവർ വീണ്ടും നിഷ്പ്രഭരായി. 89 പോസ്റ്റ് പോൾ അലയൻസുമായിട്ട് അവരെ വീണ്ടും ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തിയതിലും ഈ പറഞ്ഞ സോഷ്യലിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഉത്തരവാദിത്വമുണ്ട്. പിന്നെ 91 മുതൽ അവരങ്ങനെ പടിപടിയായി കയറിപ്പോകുന്നു. ഒരു ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥ വന്നപ്പോഴാണ് കോൺഗ്രസിന് ഇവർക്ക് വീണ്ടും ഓർമ്മ വന്നത്. അപ്പോഴേക്കും കോൺഗ്രസും കുറേ മെലിഞ്ഞുപോയി. ഏതായാലും ഇപ്പം ഞങ്ങൾ ഈ പഴങ്കഥയൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ വെച്ച് നമുക്കെല്ലാവർക്കും ഒത്തുപിടിച്ച് ഈ BJPയുടെ ഈ ഒരു ആ തീവ്ര സ്വഭാവത്തേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്തിട്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് KT-യൊക്കെ നമ്മൾ അത്തരത്തിൽ തന്നെ കാണുന്നത്. നമുക്കങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഒരു വൈരമില്ല. KT, ഈ ഒത്തുപിടിക്കലിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ജാതിൻ്റെ മാത്രമല്ല, ഈ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സിനെ, ജനകീയ സമരങ്ങളെ ഒക്കെ ആ രീതിയിൽ ഏറ്റെടുക്കാൻ ഇടതുപക്ഷം ഉൾപ്പെടെ, ഇപ്പോൾ കോൺഗ്രസ് പോലുള്ള സംഘടനകളൊക്കെ ഉൾപ്പെടെ തയ്യാറാവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ കർഷക സമരം നമ്മുടെ മുന്നിൽ വലിയ ഒരു ഐതിഹാസിക സമരമായിട്ട് നിൽക്കുന്നുണ്ട്. അതിനകത്ത് CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്കിനെ നമുക്ക് നിഷേധിക്കാനാവില്ല. നേതൃത്വപരമായിട്ടുള്ളൊരു പങ്ക് കർഷക സമരത്തിലുണ്ടായിട്ടുണ്ട്. അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇത്തവണത്തെ ഇലക്ഷൻ പൊളിറ്റിക്സിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പലതരത്തിൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ധൈര്യമുണ്ട്. ഇതേപോലെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലൊട്ടാകെ നടന്നു വന്നിരുന്ന ജനകീയ സമരങ്ങളെ
പലതരത്തിലുള്ള ജാതി സമരങ്ങളെ, പരിസ്ഥിതി സമരങ്ങളെ ഒക്കെ ഒരു നേതൃത്വ നിരയിൽ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ഏറ്റെടുക്കാനായിട്ട് ഇടതുപക്ഷത്തിനോ ഈ പറയുന്ന ബഹുജന സംഘടനയായ കോൺഗ്രസിനോ ഒന്നും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഈ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം, ഇപ്പോൾ ഗ്ലോബലൈസേഷന് മുമ്പുള്ളൊരു ഇന്ത്യയല്ല ഇന്ന്. ഗ്ലോബലൈസേഷൻ്റെ എല്ലാ സാമൂഹ്യ വൈരുദ്ധ്യങ്ങളെയും, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം ഉൾപ്പെടെ എല്ലാത്തിനെയും തീക്ഷ്ണമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ തീക്ഷ്ണമാകുന്ന ഈ വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കി അതിൽ ഇടപെടുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതൊരു പാർലമെൻ്ററി പ്രശ്നം മാത്രമല്ല, അതിലപ്പുറത്ത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ നിർണ്ണയിക്കുന്ന എല്ലാ ഘടകങ്ങളും എന്താണ്, ഇപ്പം പ്രധാനമായിട്ടും മനുഷ്യരുടെ ഉപജീവന ഉപാധികൾ ഉൾപ്പെടെ എല്ലാത്തിനും മനുഷ്യരെ വലിയ രീതിയിൽ അകറ്റുന്ന രീതിയിലുള്ള, വലിച്ചെറിയുന്ന രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരുതരം പ്രാന്തവൽക്കരണം മുതലാളിത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അതിനെതിരായിട്ട് ഉയർന്നു വരുന്ന എല്ലാ തരത്തിലുള്ള പ്രതികരണങ്ങളെയും മൂവ്മെൻറ്റുകളെയും നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ടി വരും. എന്നാൽ അതിൻ്റെ പ്രത്യയശാസ്ത്ര ദൗർബല്യങ്ങൾ, ഇപ്പോൾ അണ്ണാസാര വരുമ്പോൾ വൃന്ദാക്കാരായിട്ട് ഒരു ദിവസം സ്റ്റേജിൽ പോകുന്നുണ്ട്, പാർട്ടി അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അണ്ണാസാരയുടെ വേദി അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, അത് നമുക്ക് നാളെ നമ്മൾ ഉത്തരം പറയേണ്ട പ്രശ്നമായിരിക്കും. അപ്പോൾ ഐഡിയോളജി വളരെ പ്രധാനമാണ്. അതെ, ഐഡിയോളജി ഇക്കലായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടാകുമ്പോഴും പൊളിറ്റിക്കലായി ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇടപെടേണ്ടി വരും, നമുക്ക് പിന്തുണ കൊടുക്കേണ്ടി വരും. അത് സാധാരണഗതിയിൽ ഒരു ഐക്യമുന്നണി സിദ്ധാന്തത്തിൻ്റെ ഒരു അടിസ്ഥാനമായിരിക്കുന്നൊരു കാര്യമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പം RSS ഒരിക്കലും ജനാധിപത്യത്തിൻ്റെ വഴികളിലൂടെ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നൊരു സംഘടനയല്ല. എന്നാൽ RSS ഗ്രീൻ റൂമിലിരുന്ന് അവരുടെ രാഷ്ട്രീയ മുന്നണിയെ അവരൊരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. 1950കളിൽ ജെ.എ. കറാൻ, മിലിറ്റൻസ് ഹിന്ദുയിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ജെ.എ. കറാൻ്റെ വളരെ വിഖ്യാതമായ പുസ്തകമാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്, ചൈനയിൽ വിപ്ലവം നടക്കുന്നു, ഉടനെ എന്താണ് ഇവിടെ പ്രതിപക്ഷം, എന്തെല്ലാം പരിമിതികളോടെയാണ് AKG പ്രതിപക്ഷ നേതാവുന്നു. അപ്പോൾ എന്താണ് ഇനി കോൺഗ്രസിൻ്റെ അപജയം, ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങളുടെ അപജയത്തെ ഉപയോഗപ്പെടുത്തി ചൈനയിൽ എന്നവരെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് CIA ജെ.എ. കറാനെ ഇവിടെ നിയോഗിക്കുന്നത്. ജെ.എ. കറാൻ്റെ പഠനത്തിന് ശേഷം എന്താ സംഭവിച്ചത്, ഗാന്ധിയെ വധിച്ച പാർട്ടി ഉന്നയിക്കുന്ന പല മുദ്രാവാക്യങ്ങളും അന്നത്തെ കോൺഗ്രസ്, നെഹ്റു ഉണ്ടായിട്ട് പോലും എന്താണ് കോൺഗ്രസിനെ ഏറ്റെടുക്കേണ്ടി വന്നു. ഈ ഗോവധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എന്താണ് മൃദു സമീപനം എടുത്തു. ഗോവധ നിരോധന നിയമം ഉണ്ടാക്കേണ്ടതാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന രീതിയിൽ കോൺഗ്രസ് നേതൃത്വം ചിന്തിച്ചു. ഇതിലെല്ലാം അപ്പുറത്ത് എന്താണ്, ഇവർ 70കളാകുമ്പോഴേക്ക് ജനസംഘക്കുണ്ടായി. മറ്റേ ആളുടെ നമ്മുടെ ഏകാത്മക മാനവഭാവത്തിൻ്റെ ആളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമൊക്കെ വെച്ച് ജനസംഘം ഉണ്ടാക്കി. ഈ ജനസംഘം ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് ഇടപെടുമ്പോൾ ഈ ജനസംഘത്തിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് അതിൻ്റെ ആചാര്യസ്ഥാനം നിൽക്കുന്ന ആളാണ് സവർക്കർ. 70കളിൽ സവർക്കർ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് എന്ത് ചെയ്തു, സവർക്കറുടെ സ്റ്റാമ്പ് ഇറക്കി. എന്ന് മാത്രമല്ല, പാർലമെൻറ്റ് ജനസംഘം വളഞ്ഞു, എന്തിനു വേണ്ടി, ഗോവധ നിരോധനം നടപ്പാക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ്, ഒരു കമ്മീഷനെ വെച്ചു. ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വം ഉണ്ടാക്കിയ കമ്മീഷനിൽ ഗോൾവാൾക്കർ അംഗമായിരുന്നു. ഇന്ദിരാഗാന്ധി നിയോഗിച്ചൊരു കമ്മീഷനിൽ RSSൻ്റെ അന്നത്തെ തലവൻ ഗോൾവാൾക്കർ അംഗമായിരുന്നു. എന്ന് പറഞ്ഞാൽ RSSന് ഒരർത്ഥത്തിൽ എന്താണ്, അവരുടെ രാഷ്ട്രീയ അജണ്ട ഇന്ത്യയിൽ നടപ്പാക്കാൻ ആവശ്യമായ ഒരു പ്രാതിനിധ്യം എന്താണ്, ഔദ്യോഗിക കമ്മീഷൻ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 70ൽ വിയറ്റ്നാം യുദ്ധം കത്തിക്കാളുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് പോയത് അടൽ ബിഹാരി വാജ്പേയിയാണ്. വാജ്പേയി അത് VD ചോപ്ര അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പെൻറ്റഗൺ ഷാഡോ ഓൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. ആ വാജ്പേയി ലിൻഡൻ ജോൺസന് കൊടുത്ത കത്തെന്താണെന്ന് അറിയോ, അങ്ങ് ലോകത്തിൻ്റെ ധർമ്മസാരഥിയാണെന്നാണ്. ആര്, അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ന് ഗസയിൽ സംഭവിക്കുന്നത് പോലെ വിയറ്റ്നാമിലെ ചെറിയ കുഞ്ഞുങ്ങളെ വരെ ഏജൻറ് ഓറഞ്ച് ഉപയോഗിച്ച് കൂട്ടക്കൊല ചെയ്യുന്ന ജൈവരാസപ്രയോഗം വരെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചു, പാർലമെൻറ്റ് സംഘത്തെ നയിച്ചുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷത്തുള്ള വാജ്പേയി ജനസംഘത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം പോകുന്നു. ഇതെല്ലാം ഇവർക്ക് കിട്ടിയ ഇത്തരം അംഗീകാരങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തോടൊപ്പം അത് എന്താണ്, കോൺഗ്രസ് ഭരണത്തിൽ ഇന്ത്യയിലെ സമ്പദ്ഘടന, PMSൻ്റെ പ്ലാനിങ് ഇൻ ക്രൈസിസ് പോലുള്ള പുസ്തകങ്ങളൊക്കെ അത് വിശദമായി പരിശോധിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയിലുണ്ടായ തകർച്ച, ഇന്ത്യയിലെ ജനങ്ങളുണ്ടായ അസംതൃപ്തി, ഇതെല്ലാമായി കോൺഗ്രസ് വിരുദ്ധ വികാരം ശക്തിപ്പെടുകയും പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പല കാര്യങ്ങളിലും ജനസംഘവുമായിട്ട് എന്താണ്, അപ്പോഴും RSSൻ്റെ അജണ്ടയോട് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. 70കളുടെ പകുതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നൊക്കെ ഒരു സന്ദർഭമാകുമ്പം ഗോൾവാൾക്കർ പറഞ്ഞ എന്താണ്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ശക്തിയും സംഘത്തിൻ്റെ സാംസ്കാരിക ശക്തിയും ചേരണമെന്നാണ്. അതായത് BJP
ഈ പോലുള്ളൊരു രാഷ്ട്രീയ കക്ഷിയല്ല വേണ്ടത്. കാരണം കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ സംഘടനയും RSSൻ്റെ സാംസ്കാരിക ശക്തിയും ചേർന്നുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ചാണ് അവരാലോചിച്ചത്. അത് ഗോൾവാൾക്കർ വളരെ വിശദാംശങ്ങളോടുകൂടി എഴുതിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ, JP മൂവ്മെൻറ്റ്, ഇതൊക്കെ തന്നെ എന്താണ് BJP ഇന്നത് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർന്നു വരുന്നത്, BJPയുടെ പല നേതാക്കളും ഉയർന്നു വരുന്നത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് കോൺഗ്രസ് സർക്കാരുകളുടെ അപജയത്തിനെതിരായി നടന്ന ഗുജറാത്തിലെയും ബീഹാറിലെയും ഒക്കെ തന്നെ ഈ നവനിർമ്മാൺ പ്രസ്ഥാനം പോലുള്ള ഈ അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ഒരു സാധ്യതയിൽ നിന്നാണ് ഇവരൊക്കെ വളർന്നു വരുന്നത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് വന്നു. സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും ഈ ദ്വയാംഗത്വ പ്രശ്നം ഉയർത്തി ഈ ജനതാ പാർട്ടിക്കകത്ത് സമരം ആരംഭിച്ചു. ഈ RSSനെയും കൂട്ടിക്കൊണ്ടുള്ള ഒരു ഭരണത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ എന്താണ്, ഗോഹട്ടിയിൽ അസുഖമുണ്ടാവുന്നു, ഭിന്ദർവാല പ്രസ്ഥാനം ശക്തിപ്പെടുന്നു, പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ദിരാഗാന്ധി ഭിന്ദർവാലയെ നേരിട്ട് ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. ഇങ്ങനെയൊക്കെയുള്ള വലിയ ഒരു ഒരു തെറ്റായ ഒരു ടാക്ടിക്സ് ജനതാ പാർട്ടി ഗവൺമെൻറ് നേരിടാൻ ഇന്ദിരാഗാന്ധി സ്വീകരിച്ചു. നൗഷാദ് അലിയെ പോലുള്ള സുഹൃത്തുക്കൾ ചിന്തിക്കുന്നതാണ് ഈ RSS വളർന്നു വന്നതിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്നാൽ ഞങ്ങൾ സ്വയംവിമർശനമായി പരിശോധിക്കാം. പക്ഷേ ഇന്ദിരാഗാന്ധി 1977 ഇത് ഈ രീതിയിലൊരു നിലപാട് സ്വീകരിച്ചു. അവരെന്താണ്, ഇന്ദിരാഗാന്ധി ഇപ്പം 81, 84 തെരഞ്ഞെടുപ്പുകൾ നോക്കൂ. ഇന്ദിരാഗാന്ധി വിവാദത്തിന് ശേഷം RSS പരസ്യമായിട്ട് കോൺഗ്രസിനാണ് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തത്, BJPക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല. അതിനു മുമ്പ് നടന്ന മഹാരാഷ്ട്ര മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്, ജമ്മു കാശ്മീർ അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ തന്നെ RSS എന്താണ്, അന്ന് ദേവർസാണ് RSSൻ്റെ മേധാവി. ദേവർസ് പരസ്യമായിട്ട് ആർക്കാണ് വോട്ട് ചെയ്യാൻ പറഞ്ഞത്? കോൺഗ്രസിനാണ്. കോൺഗ്രസ് ദുർബലപ്പെട്ട ഇന്ത്യയുടെ അഖണ്ഡത തകരും എന്നൊരു നിലപാടിലേക്ക് അവരെത്തി. അപ്പം ഇന്ത്യൻ ഭരണവർഗ പാർട്ടികൾ ഏതായാലും RSSനെ അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അതായത് ഉപയോഗിക്കുക എന്നുള്ളൊരു നിലപാട് RSSൻ്റെ. അവർ എല്ലാ ഫാസിസ്റ്റ് കക്ഷികളും എന്താണ്, ഈ ശുദ്ധ പ്രയോജനവാദികളായിരിക്കും. അത്തരം ഒരു പ്രയോജനവാദപരമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പിന്തുണക്കുന്ന ഇന്ത്യൻ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഇന്ദിരാഗാന്ധി എന്താണ് പലപ്പോഴും RSSൻ്റെ സഹായം നേടുന്നത്. അതായത് 84 രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തൊട്ട് 86 പള്ളി തുറന്നു കൊടുക്കുന്നത്, ശിലാന്യാസത്തിന് അനുവാദം കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങളാണ്. പക്ഷേ ഈ കഥകളൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചതെല്ലാം ചരിത്രത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ അത് കറക്റ്റ് ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ തിരുത്തി മുന്നോട്ട് പോകാനും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എമൻ റോയ് നേരത്തെ ദീർഘദർശനം ചെയ്തതുപോലെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് ഇത്തരം മൂവ്മെൻറ്റ്സിനെ ഇടതുപക്ഷം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതിന് ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, അത്തരം മൂവ്മെൻറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എന്താണ് ഒരുപാട് ഇപ്പം നമുക്ക് ദേശീയ പ്രശ്നം, ജാതി പ്രശ്നം, ഞങ്ങളൊക്കെ ഇപ്പോൾ വാദത്തിന് വേണ്ടി തെലുങ്കാന സമരമൊക്കെ ബന്ധപ്പെട്ട് ദേശീയ പ്രശ്നം, ഇന്ത്യൻ നാഷണാലിറ്റി ക്വസ്റ്റിനെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. കാസ്റ്റ് പ്രശ്നം, കാസ്റ്റും വർഗവും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ BTRനൊക്കെ വായിക്കുമ്പോൾ തെലുങ്കാന സമരത്തെക്കുറിച്ച് BTRനെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് തെലുങ്കാനയിലെ കാസ്റ്റും ക്ലാസും പ്രത്യേകിച്ച് അഗ്രേറിയൻ ക്വസ്റ്റ്യനുമായിട്ട് കാസ്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതൊക്കെ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതെന്തല്ല, സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട ചരിത്രപരമായ കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ പ്രാന്തങ്ങൾ കഴിഞ്ഞ വിഭാഗത്ത് എത്തിക്കാൻ സഹായകരമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇടതുപക്ഷ ഇന്ത്യയിൽ നടത്തിയിട്ടില്ല. എന്നാൽ 57 ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ എന്താണ്, റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യക്കാകെ മാതൃകയാകുന്ന രീതിയിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻകൈ എടുത്തിട്ടുണ്ട്. ഭരണഘടനയുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മുൻകൈ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ ഇപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് പരിശോധിക്കുമ്പോൾ, ഉന്നത ഉദ്യോഗ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മുതലെങ്കിൽ വില്ലേജ് ഓഫീസ് വരെയുള്ള ഉദ്യോഗ പദവി പരിശോധിക്കുമ്പോൾ ഇതിലൊക്കെ തന്നെ എന്താണ്, ഈ SC ST പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വളരെ പരിമിതമാണെന്ന് നമുക്കറിയാം, നാമമാത്രമാണ് എന്നുള്ളതാണ്. ബീഹാറിലെ ജാതി സെൻസസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് CPMന്റെ സെക്രട്ടേറിയറ്റിലും CCയിലും വരെ പ്രാതിനിധ്യം വളരെ നാമമാത്രമാണല്ലോ. ഇന്ത്യൻ ബൂർഷ്വാസി ആണ് കൊടുക്കുന്നില്ല എന്നുള്ള ഒപ്പം തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ഇപ്പോൾ ഈ കാസ്റ്റ് ക്വസ്റ്റിനെ KT പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കാസ്റ്റ് 57 റിസർവേഷൻ മുതലായ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയും. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സാമൂഹ്യ പ്രശ്നത്തെ, ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിയിലെ ഒരു പ്രശ്നത്തെ നേരിടുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമിൻ്റെ ഭാഗം വെച്ചിട്ടാണ്. റിസർവേഷൻ എന്നൊക്കെയുള്ള ഈ പരിപാടികൾ അവിടെ നിൽക്കുമ്പോഴും അത് RJD നടപ്പാക്കും, സമാജ്വാദി പാർട്ടി നടപ്പാക്കും, മായാവതി നടപ്പാക്കും. എന്തുകൊണ്ടാണ് ദളിതരുടെ പാർട്ടിയായിട്ട് അറിയപ്പെടുന്ന മായാവതിയിൽ നിന്നും കൂടുതൽ അത്തരത്തിലുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വരണമെന്ന് പറയണമല്ലോ? അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിൽ ചേർന്നാൽ മതി എന്നല്ലേ അവരോട് പറയണം. അങ്ങനെയല്ല. ഒരൊറ്റ മിനിറ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രോഗ്രാമാറ്റിക് ഇതായിട്ടാണ്, ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തെ നേരിടുന്നത്. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കാസ്റ്റ് ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോഗ്രാമിൽ കാസ്റ്റ് ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നടത്തിപ്പ് പരിപാടിയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോഗ്രാം
പ്രമോദ് വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഷയത്തെക്കാൾ, അതായത് ഞാൻ കാസ്റ്റ് ക്വസ്റ്റ്യനെ കമ്മ്യൂണിസ്റ്റുകാരും അംബേദ്കറും മാത്രമാണ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അഭിമുഖീകരിച്ചത്. ഒരു പക്ഷേ അംബേദ്കറിസ്റ്റുകളുമായി മാർക്സിസ്റ്റുകളുടെ ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ, അംബേദ്കറുടെ നിലപാടുകളോട് അല്ലെങ്കിൽ അംബേദ്കറുടെ ഒരു സാമൂഹ്യ വിപ്ലവ കാഴ്ചപ്പാട് ഇന്ത്യയിൽ അംഗീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റ് ബൂർഷ്വാ പാർട്ടികളൊന്നും അംബേദ്കറുടെ ഒരു കാഴ്ചപ്പാട് അംഗീകരിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. അംബേദ്കറും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. കാസ്റ്റിനെ ഇല്ലാതാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്, കാസ്റ്റിൻ്റെ മാളം വർഗം തന്നെയാണ്, ഉൽപ്പാദന വ്യവസ്ഥ തന്നെയാണ്. ഈ ഉൽപ്പാദന ബന്ധങ്ങളിൽ സമഗ്രമായ അഴിച്ചുപണി ഉണ്ടാകണം. അഴിച്ചുപണി ഉണ്ടാവണം. അങ്ങനെ അഴിച്ചുപണി ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാമൂഹിക ഇത്തരം വിഭാഗങ്ങളെ ശാക്തീകരിച്ചെടുക്കുകയും സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇവർ അണിനിരത്തുകയും ചെയ്യണം. ഇപ്പോൾ CPM പാർട്ടി പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്തരം വിഭാഗങ്ങളെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഭാഗമായി അണിനിരത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനുയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, ഇടക്കാല മുദ്രാവാക്യങ്ങളാണ്, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മുദ്രാവാക്യങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് CPM ഈ രംഗത്ത് സവിശേഷമായ ക്ലാസ് ഓർഗനൈസേഷൻ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാട് എത്രയോ കാലം ഭരിച്ചൊരു പാർട്ടിയാണ്. ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ഭരണഘടനാപരമായി ഷെഡ്യൂൾ ചെയ്യപ്പെട്ട കാസ്റ്റുകൾ, ട്രൈബുകൾ, ഈ വിഭാഗങ്ങളുടെ സവിശേഷമായ മുന്നണി സംഘടനകൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് ആ മുന്നണി സംഘങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാതി അടിച്ചമർത്തലിനെതിരായിട്ട് രാജ്യവ്യാപകമായി നിരവധി ഇഷ്യൂസ് ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയിൽ മറ്റേതെങ്കിലും പാർട്ടി ചെയ്യുന്നുണ്ടോ? ഇവിടെ ഞാൻ കേട്ടി നേരത്തെ പറഞ്ഞില്ലേ, ചില വസ്തുതാപരമായ ഒരു മിസ്റ്റേക്കുകളുണ്ട്. കാരണം ഇവിടെ ഗോൾവൾക്കർ നെഹ്റു മരിക്കുന്നതിന് സവർക്കർ നെഹ്റു മരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ആളാണ്. അല്ലല്ല, സവർക്കർ 1966 ഫെബ്രുവരിയിലെ സവർക്കർ മരിക്കുന്നത്. ഗോൾവൾക്കർ മരിക്കുന്നത് 1973 അന്ന് അടിയന്തരാവസ്ഥ പോയിട്ട് അതിന്റെ ലാഞ്ചന പോലും ഇല്ല. ഞാൻ പറഞ്ഞതല്ല, ഗോൾവൾക്കർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ല, ഇനി വേറൊരു കാര്യമുണ്ട്. ഇവര് 1948 കൽക്കട്ട തീസിസ് ഒക്കെ പാസ്സാക്കി സായുധ സമരം നടത്തി വലിയ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് അനർഹമായിട്ട് പ്രതിപക്ഷ നേതൃപദവി കൊടുത്തു എന്നുള്ള പഴിയേറ്റ് വാങ്ങിയ പാർട്ടിയാണ് കോൺഗ്രസും നെഹ്റുവും ഒക്കെ. ഞങ്ങൾക്ക് എല്ലാവരോടും ഒരു സഹിഷ്ണുതാപൂർവമായ ഒരു സമീപനമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആക്രമണോത്സുകത ഞങ്ങൾക്ക് ഉണ്ടാവില്ല. കുയിലിന് പാട്ട് പാടാനേ കഴിയുള്ളൂ, പട്ടിയെ പോലെ കുരക്കാൻ കഴിയില്ല. കോഴിയുടെ കൂവലും കുറുക്കൻ്റെ കൂവലും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനദണ്ഡത്തിലൂടെ കോൺഗ്രസിനെ നോക്കിയാൽ വിമർശനാത്മകമാവും. നമ്മൾ നിങ്ങളോടായാലും RSSകാരോടായാലും മുസ്ലിം ലീഗുകാരോടായാലും സോഷ്യലിസ്റ്റുകളോടായാലും ഒക്കെ നമുക്കൊരു ആ ഒരു നൈതികമായ ഒരു സമീപനവും ആ ഒരു ബ്രോഡായ ലിബറലായ ഒരു ഇടപെടലും ഉള്ളൂ. അതിനെ നിങ്ങളുടെ ശൈലി നോക്കി വിമർശിച്ചിട്ട് കാര്യമില്ല. നൗഷാദ് അലി പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു പോകണം. ഈ 48 കൽക്കത്ത തിസീസ് ഇന്ത്യൻ സാഹചര്യത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു തെറ്റായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ച സായുധമുല്ല, അതൊരു രാജ്യദ്രോഹ പ്രവർത്തനമല്ല, അങ്ങനെ നെഹ്റു കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല. 1948 കൽക്കത്ത തീസിസിന് ശേഷം 48 മറ്റൊരു സംഭവം കൂടി നൗഷാദ് അലി നടന്നിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാരിൻ്റെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷൻ അംഗീകരിക്കുന്നതും 1948 ആ റെസൊല്യൂഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് എന്താണ് കുത്തക ബൂർഷ്വാസിയുടെയും സാമ്രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വ്യവസായ നയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി ഇപ്പം കൽക്കത്ത തീസിസിനെ അവതരിപ്പിച്ചുകൊണ്ട് കൽക്കത്ത പാർട്ടി കോൺഗ്രസിൽ രണദീവെ തീസിസ് എന്ന് പറയുന്ന ആ പ്രസംഗത്തിൻ്റെ റെഫറൻസ് നിങ്ങൾ നോക്കൂ. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ കൽക്കത്ത തീസിസിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ പ്രവർത്തനങ്ങൾ മറ്റൊരർത്ഥത്തിൽ നെഗറ്റീവ് ടീച്ചർ എന്ന് പറഞ്ഞോ, ഒരു നിഷേധാത്മകമായ അധ്യാപകൻ എന്ന നിലക്ക് നെഹ്റുവിന് പാഠമായിട്ടുണ്ട്. ഇത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. 1950 നെഹ്റുവിൻ്റെ ഈ തിരിച്ചറിവാണ് 48 ഈ ബോംബെ പ്ലാന്റൊക്കെ അടിസ്ഥാനത്തിൽ ടാറ്റയൊക്കെ വെച്ച വ്യവസായ നയം തിരുത്തി നമ്മൾ ഇന്ന് കൊട്ടിഘോഷിക്കുക, നമ്മളൊക്കെ ഇന്ന് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെതിരായിട്ടുള്ള സമരത്തിലൊക്കെ സംരക്ഷിക്കണമെന്ന് പറയുന്ന പൊതുമേഖലയിൽ കേന്ദ്രീകരിക്കുന്ന പൊതുമേഖല മർമ്മപ്രധാനമായ ഒരു മേഖലയായി കാണുന്ന ഒരു വ്യവസായ നയം നെഹ്റു സ്വീകരിക്കുന്നതിൽ 48 കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസ്റ്റുകാരാണ് മാതൃക എന്ന് പറയുമ്പോഴേ രാഷ്ട്രീയത്തിൽ അത് മാവോ പറയുന്നൊരു കാര്യമുണ്ട്. രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും എതിരാളി, നമ്മളെ ഏറ്റവും വർഗ്ഗശത്രുവായി കാണുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ചിലത് പഠിക്കേണ്ടി വരും. സർവേന്ത്യ മുസ്ലിം ലീഗ് ഒരു പാകിസ്ഥാനെ ആവശ്യപ്പെട്ടുള്ളൂ. ഇവരെല്ലാ പ്രവിശ്യകളും അങ്ങനെയല്ല പറഞ്ഞത്, അത് തെറ്റായി നിങ്ങൾ അവതരിപ്പിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ
ഭയങ്കരമായിട്ട് കലങ്ങി മറിഞ്ഞിട്ടൊരു ഇന്ത്യ മുന്നണി രൂപപ്പെടുകയും ഒക്കെ ചെയ്ത് അത് ഒരു ഭരണത്തിലേക്ക് വന്നേക്കാമെന്നുള്ള പ്രതീക്ഷയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ചർച്ചയും വൈൻഡപ്പ് ചെയ്യുന്നത്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു തരം ഐഡിയോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും മാറ്റമുണ്ടാക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? അതോ ഈ 10 വർഷം മുമ്പത്തേതുള്ള UPA ഭരിച്ചിരുന്ന ഒരു സർക്കാർ അതിൻ്റെയൊക്കെ ഒരു മാതൃകയിൽ തുടരാനാണോ സാധ്യത? രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇങ്ങനെ ഒരു കോമ്പിനേഷനൊക്കെ വരുമ്പോൾ? അതായത് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറയുമ്പോഴേ ഇപ്പോൾ പ്രതിപക്ഷത്തെ മുന്നണി എന്നുള്ള രീതിയിലാണല്ലോ നമ്മളതിനെ കാണുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണിയെ കൂടാതെ തന്നെ BJPക്കെതിരായിട്ടും മോദിക്കെതിരായിട്ടും NDAക്കൊക്കെ എതിരായിട്ട് ഈ ഇലക്ഷൻ സാഹചര്യത്തിൽ പലതരം പ്രതിപക്ഷങ്ങളുടെ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഇപ്പോൾ നാളെ ഡൽഹി ചലോ മാർച്ചിന് 100ാം ദിവസം തികയാണ്. അപ്പോൾ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ സമരത്തിൻ്റെ പൊസിഷൻ സ്ഥലം അതിർത്തിയിൽ നിന്ന് മാറ്റിയിട്ട് BJP സ്ഥാനാർത്ഥികളുടെ വീട്ടുപടിക്കൽ സമരം ചെയ്യുക എന്നുള്ളൊരു മൂവ്മെൻറ്റിലേക്ക് അവർ കടക്കുകയാണ്. അപ്പോൾ അത് പഞ്ചാബിലെ ഹരിയാനയിൽ എന്ന് പറഞ്ഞാൽ BJP സ്ഥാനാർത്ഥികൾക്ക് ക്യാമ്പയിന് പോലും ഇറങ്ങാൻ കഴിയാത്ത വിധം വളരെ ഡയറക്റ്റായിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് പ്രതിപക്ഷമായിട്ട്. അത്തരമൊരു മൂവ്മെൻ്റ് ഉണ്ട്. അത് അങ്ങനെ ഈ കർഷകരെ പോലുള്ള ഇപ്പോൾ കർഷക മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ പ്രതിപക്ഷം തന്നെയാണല്ലോ. പ്രകടമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തൊരു പ്രതിപക്ഷമാണ്. അതുപോലുള്ള പലതരം പ്രതിപക്ഷങ്ങൾ ഇപ്പോൾ മീഡിയയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ മീഡിയയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മോദിക്കെതിരായിട്ടുള്ളതും NDAക്കെതിരായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാമ്പയിനിൽ തന്നെ പ്ലാറ്റ്ഫോം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തിൽ ഇൻ്റലക്ച്വൽസിൻ്റെ ഉണ്ട്, പൗരാവകാശ മൂവ്മെൻറ്റുകൾ, അങ്ങനെ പലതരം പ്രതിപക്ഷങ്ങളുടെ ഒരു 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 കോർഡിനേഷൻ കൂടി ഈ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ സഖ്യം ഇപ്പോൾ ഇലക്ഷനിൽ ഇപ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടി ദൗർഭാഗ്യവശാൽ മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ കൂടി വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യ മുന്നണിക്ക് പുറകെ തുടരാൻ സാധ്യതയുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫോഴ്സായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. കമൽ റോസജി അങ്ങനെ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അല്ല, എനിക്കത്ര പ്രതീക്ഷയില്ല. കാരണം പുലർത്തുന്ന പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചാൽ ഇപ്പോൾ അടിയന്തരാവസ്ഥേനെ വളരെ ലഘൂകരിച്ചാണ് നൗഷാദ് ഭായ് സംസാരിക്കുന്നത്. കാരണം ഞാൻ ഈ ഒരു സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ രാഷ്ട്രീയത്തിനെ പറ്റി പഠിക്കുന്ന അവസരത്തിൽ അതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടോ സമരത്തിൽ പങ്കെടുത്തിട്ടോ ഉള്ള അനുഭവങ്ങളില്ല. കാരണം അക്കാലത്ത് ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതിനെ നോക്കുമ്പം ചെറിയ ചെറിയ ഒരു ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പിന്നെ സവർക്കറുടെ കാര്യം പറഞ്ഞു. സവർക്കറെ കുറിച്ച് കൂടുതലായിട്ട് കുറച്ചും കൂടിയും പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ പറഞ്ഞ ഗോൾവാൾക്കറും സവർക്കറും ഒരുപോലെയുള്ള ആൾക്കാരല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ സവർക്കർ ചെരുപ്പ് നക്കി എന്നുള്ളത് ഏതാണ്ടൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലുള്ള ആ സംഭവം. ഒന്നത്, അന്ന് അദ്ദേഹം ചെരുപ്പ് നക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഭഗത് സിംഗിനെ പോലത്തെ ഒരു വലിയ വീരപരിവേഷം മൂപ്പർക്ക് കിട്ടുമായിരുന്നു. കാരണം എന്തായാലും തൂക്കിക്കൊല്ലപ്പെടും. അങ്ങനെയാണെങ്കിൽ ഹിന്ദു മഹാസഭയ്ക്ക് എളുപ്പമായിരുന്നു. കാരണം ഇന്ത്യയിലൊരു അത്രയൊരു ഹിന്ദു വിപ്ലവകാരി എന്നുള്ള രീതിയിൽ ഒരാൾ രൂപപ്പെടുമായിരുന്നു. രണ്ടാമത്തത്, അങ്ങനെയെല്ലാം കൂടി വരുന്ന സമയത്താണ് ഗാന്ധിജീനെ വെടിവെച്ച് കൊല്ലുന്നത്. അതോടുകൂടി പിന്നെയും ഈ പറഞ്ഞ ഹിന്ദു മുദ്രാവാക്യം കുറച്ചും കൂടി പിന്നോട്ട് പോയി. അങ്ങനെയൊക്കെ പോയി ഒരു സൈഡ് ലൈനായി കിടക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ എന്നുള്ള രീതിയിൽ ഇന്ദിരാഗാന്ധി വലിയ രീതിയിൽ തന്നെ ഒരു ഫാസിസ്റ്റ് പരീക്ഷണം എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഫാസിസ്റ്റ് പരീക്ഷണം നടപ്പിലാക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അതിൽ കൂടിയാണ് RSSും മറ്റതൊക്കെ ഒരു പൊതുധാരയിലേക്ക് വരുന്നതും ഈ പറഞ്ഞ ഇടതുപക്ഷമായിട്ട് സമവായം ഉണ്ടാക്കുന്നു, ഒന്ന് ജയിലിൽ കിടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയുന്നു, ഒരേ പീഡനത്തിൻ്റെ കഥ പറയുന്നു, അങ്ങനെയൊക്കെ എഴുതുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരികയും ഒരു സ്വീകാര്യത എന്നുള്ള സാധനം വരുന്നത്. അതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നോക്കുമ്പോൾ കാണുന്നത് RSSൻ്റെ ഒരു രാഷ്ട്രീയ പദ്ധതി വലിയ ഫ്ലോ ഇല്ലാണ്ട് FLAW ഫ്ലോ ഇല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ തകർച്ചകളൊന്നുമില്ല. അതായത് ഇടയ്ക്ക് താഴോട്ട് പോകുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ആ പദ്ധതി ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട്. കാരണം അതിലൊരു വിജയിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിനെതിരായിട്ട് ചിഹ്ന ഭിന്നമായി പോയ അല്ലെങ്കിൽ ശിഥിലീകരിക്കപ്പെട്ട ഐഡിയോളജികളുടെ ഒരു ബഹളമായിട്ട് മാത്രമായിട്ട് ഇതിനെ എനിക്കും തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. ഇപ്പം തന്നെ ഇനിയിപ്പം നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സംഗതികൾ എന്തായിരിക്കും വെച്ചാൽ ഈ ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും ഒരു എഡ്ജ് ഉണ്ടാവുകയാണെങ്കിൽ കാണുന്ന ഭയങ്കരമായ വിലപേശലുകൾ ഇപ്പം പിന്നെ ഒറീസയിൽ നിന്നുള്ള ബീഹാറിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ഇതിനകത്തുള്ള വിലപേശലുകൾ അതൊക്കെ തന്നെ BJP ചിലപ്പം തോറ്റു ചെയ്യുന്നവരും പക്ഷേ RSS ഇരിക്കും. അങ്ങനെ ഒരു സുദൃഢമായ ഒരു രാഷ്ട്രീയ പദ്ധതിയില്ലാത്ത സംഘടനാ ബലമില്ലാത്ത പ്രസ്ഥാനങ്ങൾ അതെങ്ങനെയാണ് ഇനി മാറ്റം വരുത്താൻ പോകുക എന്നുള്ളതിൽ വലിയ ആധിയും
ആശങ്കയുള്ള ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ. പ്രമോദ് ഏത് തരത്തിലാണ് ഇതിലെ രാഷ്ട്രീയമായിട്ട് ഇനിയുള്ള കാലത്തെ എങ്ങനെയായിരിക്കാം മാറ്റിത്തീർക്കുക? ഒരുപാട് സാധനങ്ങൾ നമുക്ക് റിവേഴ്സ് ചെയ്യാനുണ്ട്. രാഷ്ട്രീയമായിട്ട് തന്നെ ഇവർ ചെയ്തു വെച്ച അബദ്ധങ്ങളൊക്കെ തിരുത്തേണ്ടതുണ്ട്. ഒപ്പം രാഷ്ട്രീയമായി പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണോ ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുക? പ്രതിപക്ഷത്ത് ഇന്ത്യ വരികയാണെങ്കിലും ഒരു പക്ഷേ ഭരണത്തിൽ വരികയാണെങ്കിലും ഇപ്പോൾ ഭരണം മാറുമോ, മോദി മാറി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമോ എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ പോലും പ്രവചിക്കാൻ കഴിയാത്തൊരു രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ. അങ്ങനെ ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിലുണ്ട്. എന്തായാലും കൂടുതൽ ശക്തമായൊരു പ്രതിപക്ഷമെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണല്ലോ പ്രതീക്ഷ. രണ്ടായാലും ശരി, അത് എത്രത്തോളം ഇന്ത്യയിൽ ഈ പൊളിറ്റിക്കൽ ഇക്കോണമിയെയും അതിനെ ആധാരമാക്കിയുള്ള സമരങ്ങളെ, ഇപ്പോൾ കർഷക സമരം പോലുള്ള സമരങ്ങളെ ഒക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുമോ എന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള സമരങ്ങൾക്ക് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ സഹായത്തിനപ്പുറം തന്നെ ജനങ്ങൾ വേണമെങ്കിൽ അത്തരം സമരങ്ങളിലേക്ക് ഇറങ്ങാൻ കൂടുതൽ നിർബന്ധിതരായിരിക്കും. ഇപ്പോൾ നേരത്തെ എനിക്ക് തോന്നുന്നു മറ്റേ മനഃപൂർവ്വമോ അല്ലാതെയോ വിട്ടുപോയ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ജനകീയ പൗര മുന്നേറ്റങ്ങളെയും അതുപോലെ തന്നെ ചെറുത്തുനിൽപ്പുകൾക്കൊപ്പവും ഇടതുപക്ഷമില്ലാതെ വേണ്ട നേതൃപരമായ പങ്ക് വഹിക്കാതെ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം. അത് കോൺഗ്രസിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തോട് ചോദിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ് അത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസിനും ആ ചോദ്യം എന്തുകൊണ്ടാണ് പോകാതെ അവർക്ക് ഇതിൽ നേതൃപരമായ പങ്കില്ലാതെ വരുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഒരുപക്ഷെ നേരത്തെ കമൽറാം സജീവ് ഇവിടെ സൂചിപ്പിച്ച ആ പ്രതീക്ഷാരാഹിത്യത്തെ സൃഷ്ടിക്കുന്നത്. അതായത് ജനങ്ങളുടെ സമരങ്ങളെല്ലാം തന്നെ കോർപ്പറേറ്റുകൾക്കെതിരെയും ഇത്തരത്തിലുള്ള നവലിബറൽ നയങ്ങൾക്കെതിരെയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾക്കെതിരെയുമുള്ള സമരങ്ങളാണ്. കർഷക സമരം പോലെ, ഖനന കമ്പനികൾക്ക് ഈ ഉപജീവന മാർഗങ്ങളും കാടും കടലും എല്ലാം തീരെഴുതുന്ന പോലെ, ഇപ്പോൾ വിഴിഞ്ഞമടക്കമുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഏരിയകളെയും ഇന്ത്യയുടെ പ്രാഥമികമായ പ്രകൃതി വിഭവങ്ങളെയും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നത് പോലെയുള്ള പരിപാടികൾക്കെതിരെയുള്ള സമരമാണ്. ആ നയങ്ങൾക്കൊപ്പമാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ആ നയങ്ങളിൽ നിന്നും കോൺഗ്രസിനെ ഒരു പരിധിവരെയെങ്കിലും പിന്നാക്കം കൊണ്ടുവരുന്നത് ജനങ്ങളുടെ ഇത്തരം സമരങ്ങളുടെ സമ്മർദ്ദമാണ്. ഈ നയങ്ങൾക്കൊപ്പം കോൺഗ്രസിനേക്കാൾ നല്ല പാർട്ടി ഇത് നടപ്പാക്കാൻ BJP ആണെന്ന് ഇന്ത്യൻ ബൂർഷ്വാസി തിരിച്ചറിയുകയും അവരെ കയറ്റുകയും ചെയ്യുമ്പോൾ ഇനി ഞങ്ങളും അതിനൊപ്പം തന്നെയാണെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ്സിന് ഈ സമരങ്ങൾക്കൊപ്പം, കോൺഗ്രസ് മാത്രമല്ല മറ്റ് പാർട്ടികൾക്കും നിൽക്കേണ്ടി വരുന്നത്. അങ്ങനെയാണ് UAPA പോലുള്ള ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കിയ കോൺഗ്രസ്സിന് UAPA പോലുള്ള നിയമങ്ങൾക്കെതിരെ ചെറുതായെങ്കിലും ശബ്ദിക്കേണ്ടി വരുന്നത്. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നൗഷാദിൽ പറഞ്ഞില്ല, അത് നമ്മൾ ചർച്ച ചെയ്യല്ല, അത് വലിയൊരു ചർച്ചയാണ്. ജനാധിപത്യ വിരുദ്ധതയുടെയും ഇന്ത്യയുടെ ജനാധിപത്യ സമ്പ്രദായത്തിനെ അടിമുടി തകർക്കുന്നതിൻ്റെയും പാരമ്യത്തിലേക്ക് എത്തിയ അടിയന്തരാവസ്ഥയാണ് വലതുപക്ഷ ശക്തികൾക്കടക്കം ശക്തി പകർന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. ജനസംഘം വരും എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ മറ്റേ രാജൻ്റെ മൃതദേഹം എടുത്ത് നിശബ്ദരായി വീട്ടിൽ പോകണമെന്നും സ്നേഹലതാ റെഡ്ഡിമാർ ജയിലിൽ കിടന്ന് മരിക്കണമെന്നും സഞ്ജയ് ഗാന്ധി വരിയുടയ്ക്കാൻ പറയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ജനതയും വരിയുടച്ച് കാവൽ നിൽക്കണമെന്നും പറയുന്നതിന് കോൺഗ്രസ്സുകാർക്ക് ചില്ലറ തൊലിക്കെട്ടി പോരാ. അപ്പോൾ ചരിത്രത്തെ തിരിച്ചറിയുകയും ചരിത്രത്തിൽ നിന്ന് അവർ പാഠം പഠിക്കുകയും അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നൊരു കോൺഗ്രസിനെ ഭാവിയുള്ളൂ. വീണ്ടും നെഹ്റു കുടുംബത്തിൻ്റെ മുമ്പിൽ പോയിട്ട് അടിയന്തരാവസ്ഥക്കാലത്തെ വാഴ്ത്തുപാട്ട് പാടാനാണെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളെ ചുമക്കേണ്ട ബാധ്യതയില്ല എന്നുള്ളത് വീണ്ടും വരും. ആ സ്പേസിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ വലതുപക്ഷമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുള്ള സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഭരണഘടനാപരമായ ഒരുപാട് ഭേദഗതികൾ പ്രശ്നങ്ങളൊക്കെ ഇവരുണ്ടാക്കി തീർത്തിട്ടുണ്ട്. അതൊക്കെ ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്താൽ മതി. ഇപ്പം തന്നെ കുട്ടിയുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഈ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ തോറ്റാലും RSS സന്തോഷിക്കാൻ RSSന് വകുപ്പുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അതായത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയവും ഹിന്ദുത്വ ഫാഷിസ്റ്റ് സംഘടനാ ബോധവും രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനിപ്പോൾ ഈ ചർച്ചയിൽ ഉത്തരം പറയേണ്ട ഇനിയൊരു ഘട്ടമില്ലാത്തതുകൊണ്ട് കേട്ടി വിഷമിക്കേണ്ട കാര്യമില്ല. ഫാഷിസ്റ്റ് സംഘടനകളുടെ അതേ പ്രവർത്തന രീതിയും കോപ്പി അവരുടെ റൂൾ ബുക്ക് പകർത്തിയാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതാവിനെ വരെ ഉണ്ടാക്കുന്നത്. സർവാധികാരിയും എല്ലാ പ്രശ്നങ്ങളെയും നേരിടുകയും എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും പ്രളയത്തിൽ നിന്നും ശ്രീകൃഷ്ണൻ ഗോവർദ്ധനം പൊക്കിയ പോലെ കേരളത്തെ പൊക്കി കാത്തു സൂക്ഷിക്കുകയും എല്ലാത്തിനെയും ചെയ്യുന്ന ക്യാപ്റ്റനെ ഉണ്ടാക്കുന്നു, മറ്റോടത്ത് 56 ഇഞ്ചിൻ്റെ ഹിന്ദു സമ്രാട്ടിനെ ഉണ്ടാക്കുന്ന ഒരേ കോപ്പി ബുക്കാണ്. അത് പക്ഷേ പിന്നെ ഇടതുപക്ഷം മാത്രമല്ല കേട്ടോ. നൗഷാദ് ഭായി സംസാരിക്കുന്ന സമയത്ത് മുഴുവൻ
മുഴുവൻ രാഹുൽ ഗാന്ധി പറ്റിയാ അതാ ഞാൻ പറയുന്നത്. പറഞ്ഞത്. ഒരിക്കലും മല്ലികാർജ്ജുൻ ഖാർഗെ ഖാർഗെയെക്കുറിച്ച് പറയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ ഫാഷിസ്റ്റ് സംഘടനാ ബോധം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ടുക്ഡേ ടുക്ഡേ ഗാങ് ആണെന്നും വികസനത്തിനെതിരെ നിൽക്കുന്ന മാവോവാദികളാണെന്നും മോദി അവിടെ ആക്ഷേപിക്കുമ്പോൾ വിഴിഞ്ഞത്ത് ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നതിന് വേണ്ടി സമരം ചെയ്യുന്ന മനുഷ്യർ മാവോയിസ്റ്റ് ഗൂഢാലോചനക്കാരാണെന്നും 9 ഗൂഢാലോചനക്കാരുടെ ചിത്രമടക്കം ദേശാഭിമാനിയുടെ വിപ്ലവത്തിൻ്റെ മുഖചിത്രമായിട്ട് പ്രസിദ്ധീകരിച്ചതും ഇതേ പത്രമാണ്. അതായത് അദാനിക്ക് മോദി ആയാലും വിജയനായാലും അമിത്ഷാ ആയാലും ഒരേപോലെ കൂട്ടുകാരെ കിട്ടുന്ന പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ ഒരു ഭാഗം അവിടെ കിടക്കുന്നു. ആ ഫാഷിസ്റ്റ് സംഘടനാബോധത്തിൻ്റെയും രാഷ്ട്രീയ ബോധത്തിൻ്റെയും ഒരു ആണ്ടിറങ്ങൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ശരീരത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു. അതിനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി, അതിനെ അപനിർമ്മിക്കുന്നതിന് വേണ്ടി, പുതിയൊരു ജനാധിപത്യ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളേറെ പണിപ്പെടേണ്ടി വരും. അതൊരു തെരഞ്ഞെടുപ്പിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. പക്ഷെ തീർച്ചയായും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് പിൻവാതിലിലൂടെ വന്നിരുന്ന കടുവ മുൻവാതിലിൽ വന്ന് അലറുകയാണ്. നമുക്ക് മുമ്പിലത്തെ വാതിൽ അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അത് അടച്ചതിന് ശേഷം പിന്നിലേക്ക് ഓടേണ്ടി വരും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജനാധിപത്യത്തിനെ അവസാനിപ്പിക്കാൻ പോകുന്ന കടുവ നിങ്ങളുടെ ഈ ബഹുസ്വര ജനാധിപത്യ ഇന്ത്യയുടെ മുൻവാതിലിൽ നിന്ന് അലറുകയാണ്. അത് ഇന്ത്യൻ ജനത അടയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അടയ്ക്കട്ടെ എന്നാണ് പ്രതീക്ഷ. നൗഷാദ് അലിയോട് കൂടിയിട്ട് ചർച്ച വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. കോൺഗ്രസ്സിന് ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചറിവുണ്ടാവും എന്ന് ഉള്ളിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കരുതുന്നുണ്ട്. അതായത് ഭയങ്കര സംഘടനാപരമായിട്ട്, ഭയങ്കര പ്രത്യയശാസ്ത്രപരമായിട്ട് ഭയങ്കര ദുർബലമായ അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നുള്ളത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയൊക്കെ മുന്നോട്ട് വെച്ച് ഒരു സമരത്തെ, ഒരു രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ കോൺഗ്രസ്സിനുണ്ടോ? അത്തരത്തിലുള്ള ഉൾപാർട്ടി ചർച്ചകൾ, വലിയ ഉൾപാർട്ടി ജനാധിപത്യം പറയുമ്പോഴും അത്തരം ക്രിയേറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ചർച്ചകൾ പാർട്ടിക്കകത്ത് ഇനി നടക്കുമോ? ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിൻ്റെ ശക്തിയും ദൗർബല്യവും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം കോൺഗ്രസ് ഈ രാജ്യത്തെ ഓരോ ഗ്രാമത്തിലും ഓരോ കുടുംബത്തിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിനെ ഒന്ന് തൊട്ടുണർത്തി തീവ്രമാക്കിയാൽ അത് വലിയൊരു ശക്തിയായിട്ടൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പലപ്പോഴും അത് ഡിമ്മായി പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ ഉണർത്താനും കഴിയും. ഈ പ്രത്യയശാസ്ത്ര ശാഠ്യവും വലിയ നിബദ്ധതയും ഒക്കെയുള്ള പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അവർ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായിരുന്നു. അവരെത്രമാത്രം ശോഷിച്ചു ഇപ്പോൾ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പ്രത്യയശാസ്ത്രം എന്ന അതൊരു ക്ലീഷേ മാത്രമാണ്. അത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഒരുപക്ഷെ മറ്റുള്ള പാർട്ടികളെ പോലെ കേഡറിസത്തിലോ അല്ലെങ്കിൽ ഒരു ഉരുക്ക് ചട്ടയിലോ ഒന്നും പൊതിഞ്ഞതല്ലെങ്കിലും ഞങ്ങളുടെ ഒരു പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ എല്ലാ തനത് മൗലികമായ സഹജമായ രീതികളുമായി ബന്ധപ്പെട്ടും ചേർന്നും കോർത്തിണങ്ങി നിൽക്കുന്ന ഒന്നാണ്. ആ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ട് ഞങ്ങൾ പ്രവർത്തന പദ്ധതികൾ ഒന്നുകൂടി തീവ്രമാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രത്യയശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളൊന്നുമില്ല. ഈ പ്രവൃത്തി ഒന്നുകൂടി തീവ്രമാക്കണം. കാരണം ഈ പ്രത്യയശാസ്ത്ര നിബദ്ധതയുടെ ഒക്കെ ചില ദൗർബല്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമ്പോൾ ഈ പ്രവൃത്തിയൊക്കെ ഒരു കള്ളപ്പണിയായിട്ട് പല സ്ഥലത്തും മാറും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ല, തീർച്ചയായിട്ടും അതൊരു പ്രവർത്തന പദ്ധതി തീർച്ചയായിട്ടും ഉണ്ടാവുകയും കൃത്യമായിട്ട് അതിൻ്റെ പുറകിലൊരു മുന്നേറ്റം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രതാപം വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും രാജ്യത്ത് ജനങ്ങൾക്ക് മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണ്. എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് ഇപ്പോഴും അംഗീകരിക്കപ്പെടുന്നുണ്ട്. എല്ലാവർക്കും പഥ്യമായ ഒന്നാണ്. എല്ലാവർക്കും ചേർന്ന് നിൽക്കുന്നതിന് മറ്റു യാതൊരു തടസ്സങ്ങളും ഇല്ലാത്ത ഒന്നാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പശ്ചാത്തലം ഇപ്പോഴും കോൺഗ്രസ്സിനുണ്ട്. ചരിത്രപരമായൊരു പ്രൗഢിയുണ്ട്. ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ കൃത്യമായിട്ടൊരു പ്രവർത്തന പദ്ധതി ഉണ്ടാക്കി ആ ഒരു തീവ്രത നിലനിർത്തിപ്പോയാൽ ഒരു പഴയ പ്രതാപത്തിലേക്കൊക്കെ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ നേരത്തെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, പിന്നെ കമൽറാം സജീവ് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു മൾട്ടി സ്റ്റാർ പടം തന്നെയാണ്. ഇതിൽ ഒരു 60കളിലെ 70കളിലേക്ക് ബോളിവുഡ് കണക്കിലെടുത്താൽ ഇതിൽ രാജേഷ് ഖന്നയുണ്ട്, അമിതാഭ് ബച്ചനുണ്ട്, വിനോദ് ഖന്നയുണ്ട്, ധർമ്മേന്ദ്രയുണ്ട്, പ്രാണിനെ പോലെയുള്ള വില്ലന്മാരുണ്ട്, മമ്മൂട്ടി മോഹൻലാലില്ല, പർവീൺ ബാബിയോ അല്ലെങ്കിൽ പിന്നെ മീനാകുമാരിയോ നർഗീസോ ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ജോണി വാക്കർമാരും മഹമ്മൂദുമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കോർത്തിണക്കുന്ന ഒരു സംവിധായകൻ തീർച്ചയായിട്ടും ഉരുത്തിരിയും. അത് CPM-നും ആ നറുക്കുണ്ട്. വേണമെങ്കിൽ അവർക്ക് സംവിധായകനാവാം, കോൺഗ്രസിനാവാം, ആർക്കും ആവാം. ഒരു മികച്ച സംവിധായകന് ഇത് കൃത്യമായ ഒരു ഹിറ്റാക്കി കൊണ്ടുപോകാൻ കഴിയുന്നുള്ള എൻ്റെ പ്രത്യാശ.
സീതാറാം യെച്ചൂരി എന്ന് നമ്മൾ കുറച്ച് കാണുന്നില്ല. പിണറായി വിജയനായിട്ട് യാതൊരു താരതമ്യവും ഇല്ല. അദ്ദേഹം സൂഹിക്കാൻ പോയതാണ്, ഇദ്ദേഹം കളത്തിലാണ്. അതെ അത് എന്നെപ്പോലുള്ള ഒരാൾ ഈ ചർച്ചയിലിരിക്കുമ്പോൾ ഇങ്ങനെ രണ്ടുപേരും CPM-ൻ്റെ PB അംഗങ്ങളാണ്. നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി നിങ്ങൾക്ക് അയാളെ വിമർശിക്കാം. പക്ഷേ ചരിത്രത്തിൽ എന്താണ് ഒരു ചരിത്ര നിരപേക്ഷമായി കാര്യങ്ങളെ സമീകരിച്ച് അവതരിപ്പിക്കുന്നതാണ് നമ്മളെന്ത് പറയുന്നത് ഒരു ഈ ലളിതയുക്തി എന്ന് പറയുന്നത്. പ്രമോദിനെപ്പോലുള്ള സുഹൃത്തുക്കൾ ഇത്തരം ചർച്ചകളിൽ നിങ്ങൾക്ക് പിണറായി വിജയൻ്റെ നയങ്ങളെ വിമർശിക്കാം, ഇപ്പോൾ വിഴിഞ്ഞം അദാനി ഇതൊക്കെ വിമർശിക്കാം. പക്ഷേ നമ്മളൊരു ഭൂഷാഘടനക്കകത്ത് ഒരു ഫെഡറൽ യൂണിറ്റിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾക്ക് ഭരണപരമായ എന്താണ് പരിമിതി? അതിനകത്ത് നിന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ ഭൂഷാ വികസന നയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സഹായകരമായ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്യുന്നതിൽ എന്ത് പിണറായി വിജയനെ നമ്മളൊരു പിണറായി വിജയനെ ഒരു അതല്ല നമ്മൾ അഡ്രസ് അല്ല അങ്ങനെയല്ല. പിണറായി വിജയനെ കുറിച്ച് പ്രമോദിൻ്റെയോ അല്ല പ്രമോദിൻ്റെയോ എൻ്റെയോ നൗഷാദിൻ്റെയോ വിലയിരുത്തലല്ല പ്രശ്നം. ഒരു സാമൂഹ്യ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പോലുള്ള ഒരു യൂണിറ്ററി സ്റ്റേറ്റിനകത്ത് ഒരു സ്റ്റേറ്റിൻ്റെ ഭരണാധികാരി സ്വീകരിക്കുന്ന നയങ്ങളെ എങ്ങനെയാണ് കാണേണ്ടത്? ജനങ്ങൾക്കും സമൂഹത്തിൻ്റെ പൊതുവായ വികസനത്തിനും അത് സഹായകരമാണോ? ഇന്നത്തെ ഒരു ഘടനയുടേതായ എല്ലാ പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അത് കാണാതെ എന്താണ് ലളിതയുക്തി ചരിത്ര നിരപേക്ഷമായ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഈ CEO എന്ന് പറയുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലല്ല പിണറായി വിജയൻ. ഇവിടെ പ്രളയമൊക്കെ വന്ന് വലിയ അരക്ഷിത്തുണ്ടാകുമ്പോൾ കപ്പൽ ഛേദം സംഭവിച്ചാലും എന്താണ് അവസാനം രക്ഷപ്പെടുന്ന ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു ഭരണാധികാരിക്ക്. ആ രീതിയിലാണ് അതിനൊരു ഗ്രാംഷ്യൻ സംസാരിച്ചു കഴിഞ്ഞാൽ BJP-യുടെ പ്രതിനിധിയില്ലാത്ത കുറവ് കേട്ടി നികത്തും. അങ്ങനല്ല അത് വളരെ വ്യത്യസ്തമായ വളരെ വ്യത്യസ്തമായ ചരിത്ര സന്ദർഭത്തിലാണ്. വിമൽകുമാർ എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അവിടുത്തെ മാധ്യമങ്ങളും CPM-ന്റെ CC ആണോ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചാൽ? അല്ല ജനനേതാക്കന്മാരെ ചരിത്രത്തിൽ അങ്ങനെ ജനനേതാക്കന്മാരെ അത് ആ പൊളിറ്റിക്സിൻ്റെ ഒരു വ്യക്തി ആരാധനാപരമായ യുക്തിയോടൊന്നും നമുക്ക് ആർക്കും യോജിപ്പില്ല. എനിക്ക് തോന്നുന്നത് ഈ എല്ലാവരും ഈ വ്യക്തി എന്നുള്ള സ്ഥാനത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ അത് തന്നെ ഡിസ്കഷനിലേക്ക് വരുന്ന ഒരു അതിനെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. അല്ല പക്ഷെ KT പറഞ്ഞ സത്യമാണ്. കാരണം 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ പറ്റി ഇവിടെ വിമർശനം വന്നു കഴിഞ്ഞാൽ KT മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ആ ഒരു അങ്ങനെയല്ല ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ റീസണബിൾ ആണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പാരും വിളിക്കുന്നില്ല. ആ സമയത്ത് ഇവർ കുറെ ശ്രമിച്ചു. അങ്ങനെയല്ല, ഞങ്ങളാരും ഞങ്ങൾ സഹ പിണറായി വിജയനാണ്, അത് സഹ യെച്ചൂരിയാണ്, നമുക്കത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾക്ക് പാർട്ടിയിൽ അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയുടെ വൈഭവത്തിൻ്റെ മുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന മൗഢ്യമൊന്നും ഞങ്ങളാരും സൂക്ഷിക്കുന്നില്ല. അതെല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും അണികൾക്കും തിരിച്ചറിവുണ്ട്. അതെ, അണികൾക്കില്ലാതെ അണികളില്ലാതെ ഈ പാർട്ടി നിൽക്കൂ. ഇത് എന്ത് നിയമത്തിൻ്റെ മുകളിലാണ് ഈ പാർട്ടി നിന്നു പോകുന്നത്? പക്ഷെ ചില നേതാക്കൾ ഇത്രയും പ്രതിസന്ധികളുള്ള ഒരു കാലത്ത് ഈ പാർട്ടി എന്തുകൊണ്ടാണ് നിന്നു പോകുന്നത്? ഓക്കെ, നമുക്ക് ഈ ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു മികച്ച പ്രതിപക്ഷമായിട്ടോ ഒരു പക്ഷേ ഭരണത്തിൽ വരുന്ന എല്ലാത്തിനെയും ഒരു കറക്റ്റീവ് മെഷറായിട്ട് മുന്നോട്ട് രാഷ്ട്രീയമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മുന്നണിയായിട്ടോ മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇലക്ഷൻ കൗണ്ടിങ്ങിന് ശേഷം നമുക്ക് വീണ്ടും ഇരുന്ന് ഒന്നുകൂടെ സംസാരിക്കാമെന്ന് തോന്നുന്നു.